യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ഇത് ഭഗവത്ഗീതയിലുള്ള ശ്ലോകമാണ്. ധാരാളം പേർക്കറിയാം. നമ്മൾക്ക് അധ്യാത്മമായി അറിയാൻ ഉള്ള ആഗ്രഹമുള്ളതുകൊണ്ടും ഭക്തി ഉള്ളിൽ ഉള്ളതുകൊണ്ടുമാണല്ലോ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത്. പല തട്ടിലുള്ള ആളുകളുമുണ്ട്, ധാരാളം പഠിച്ചവരുമുണ്ട്, ആദ്യമായിട്ട് വരുന്നവരുമുണ്ട്. ഇപ്പം നമ്മൾ വന്ന് ഈ ജ്ഞാനം സമ്പാദിക്കാനായിട്ട് വന്നിരിക്കുന്നു. പരിപ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് ചോദിക്കലാണ്. അജ്ഞാനമാണ് ഭഗവാനും നമുക്കും നടുവിലുള്ള സ്ക്രീൻ. യവനിക എന്ന് പറഞ്ഞല്ലോ, മായാ ജവനികാച്ഛന്നം എന്ന് കുന്തി സ്തുതിയിൽ പറഞ്ഞു. മായയാണ് യവനിക, ജവനിക ഒക്കെ പര്യായപദങ്ങൾ തന്നെയാണ്. അതിനെ തന്നെ അജ്ഞാനം എന്നും പറയുന്നു, അവിദ്യ എന്നും പറയുന്നു ജീവനിൽ. ഈ അജ്ഞാനം നീങ്ങാനായിട്ട് ജ്ഞാനേന തദജ്ഞാനം യേഷാം നാശിതം. ജ്ഞാനം കൊണ്ടുവേണം അജ്ഞാനം നീങ്ങാൻ. ജ്ഞാനം എങ്ങനെ സമ്പാദിക്കണം? ഒരു വിധി പറഞ്ഞു ഭഗവാൻ. കാരണം കാലാകാലമായി പരമ്പരയായി അങ്ങനെയാണ് നടന്നിരുന്നിരിക്കുന്നത്. കൃഷ്ണൻ, രാമൻ മുതലായ അവതാര പുരുഷന്മാർ പോലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് തത് വിദ്ധി? അതറിഞ്ഞുകൊള്ളുക. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ജ്ഞാനികളുടെ അടുത്ത് ചെന്ന് വിനയത്തോടുകൂടെ അടങ്ങി ശരണാഗതി ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. സേവ ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ ശിഷ്യന് ഉള്ള കാര്യങ്ങളാണ്. പ്രശ്നം, സേവ, അറിയൽ, ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കംപ്ലീറ്റായിട്ട് അതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ വിദ്യ വളരെ വളരെ ഡീപ്ലി ഹ്യൂമൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് GPT-യിലും മറ്റുമൊക്കെ പഠിക്കണ പോലെ ആവും. ചാറ്റ് GPT-ക്ക് നമ്മൾ സേവയൊന്നും ചെയ്യണ്ടല്ലോ, അല്ലേ? അതിന് നമസ്കരിക്കുകയോ സേവ ചെയ്യുകയോ ഒന്നുമില്ല. കാരണം അതിനകത്ത് ഒരു മാനുഷികമായ സമ്പർക്കമൊന്നുമില്ല. അതുകൊണ്ട് ആളുകൾ ഒരു വിധത്തിൽ അരസികന്മാരായിട്ട് തീരാനും സാധ്യതയുണ്ട്.
മനുഷ്യനിലുള്ള മൃദുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ചുറ്റും വേണം. ഭാവവികാരങ്ങൾ, അതാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയോടുകൂടെ ശരീരം കൊണ്ടുള്ള ഭക്തിയാണ് സേവ, വായു കൊണ്ടുള്ള ഭക്തിയാണ് സ്തുതി, മനസ്സുകൊണ്ടുള്ള ഭക്തിയാണ് ഭാവം, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതാർത്ഥത, കൃതജ്ഞത. നമുക്ക് മനസ്സുകൊണ്ടുള്ള ഭക്തി മാത്രം പോരാ, ശരീരം കൊണ്ടും ചെയ്യാണ്, സേവ ചെയ്യാണ്, വീണ് നമസ്കരിക്കുകയാണ്. ഇതൊക്കെ ശരീരം കൊണ്ടുള്ള എക്സ്പ്രഷനാണ്. നമ്മളുടെ ഈഗോ, അഹങ്കാരം വളരെയധികം ഈ ശരീരത്തിൽ കിടപ്പുണ്ട്. ഞാൻ എന്തിന് ഉള്ളുകൊണ്ട് നമസ്കരിക്കാം, അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഈഗോ ശരീരത്തിലുണ്ടെന്നാണ് അർത്ഥം. എന്തുകൊണ്ട് പറ്റണില്ല? ശരീരത്തിൽ അഭിമാനമാണ്. നാച്ചുറലായിട്ട് ചിലർക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് വേറെ വിഷയം. അപ്പോൾ ശരീരാഭിമാനമാണ് നീക്കാൻ വേണ്ടിയിട്ടാണ് സേവ എന്ന് പറഞ്ഞത്. മനസ്സിലുള്ള ഭാവം ഭക്തി, കൃതാർത്ഥത, അത് വാസ്തവത്തിൽ ഒരു ഗുരുനാഥനെ കിട്ടുമ്പോൾ തന്നെ ആ കൃതാർത്ഥത വരും. ആ സന്നിധിയിൽ വരുമ്പോൾ തന്നെ ആ കൃതാർത്ഥത വരും. ഇഷ്ടദേവതയുടെ മുമ്പിൽ തന്നെ കൃതാർത്ഥത വരും. ഇപ്പോൾ ദേവഹൂതിക്ക് തൻ്റെ പുത്രൻ തന്നെ ഗുരുവായിട്ട് തീരുകയാണ്. മകനെ ഗുരുവായിട്ട് കാണുക എന്നുള്ളത് വളരെ വളരെ വിഷമമാണ്. രാമനും കൃഷ്ണൻ്റെ അടുത്ത് പോലും സാധിച്ചില്ല. മറന്നുപോവാണ് വസുദേവർക്കും ദേവകിക്കൊക്കെ. വസുദേവർ പറയാണ്, എത്രയൊക്കെ തന്നെ എല്ലാവരും പരമാത്മാവാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പുത്രൻ എന്നേ തോന്നുന്നുള്ളൂ. വിഷമാണ്. കപിലാവതാരത്തിൽ അതൊരു വിശേഷം. പരമഭക്തിയോടെ ഭാവത്തോടുകൂടെ വീണ് നമസ്കരിച്ച് അമ്മ ചോദിക്കുകയാണ്, തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോഃ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷസ്യ നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. ധർമ്മവിദാം വരിഷ്ഠം, സദ്ധർമ്മവിദാം വരിഷ്ഠം. സദ്ധർമ്മം എന്ന് വെച്ചാൽ ഈ അധ്യാത്മവിദ്യ, ഭാഗവതധർമ്മം എന്ന് നമ്മൾ പറയുന്നു. എന്തറിഞ്ഞു കഴിഞ്ഞാൽ, എന്തനുഷ്ഠിച്ചാലാണോ നമ്മൾ വിമുക്തരാവുക, ആ ധർമ്മത്തിൻ്റെ രഹസ്യം അറിയുന്നവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയുടെ അടുക്കൽ ഞാനിതാ ശരണാഗതി ചെയ്യുന്നു. ആരും ഒരു പക്ഷേ ഭഗവാനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല. എന്താ വിളിക്കണതെന്ന് വെച്ചാൽ, അങ്ങ് എനിക്കൊരു കോടാലിയാണെന്ന്. മഴു എന്തിനുള്ള കോടാലിയാണ്? സംസാരതരോഹോ കുഠാരം. സംസാരവൃക്ഷത്തിൻ്റെ വേരറുക്കുന്ന കുഠാരം എന്താണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കണത്? അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വ. അസംഗമാവുന്ന ശസ്ത്രം, അസംഗ സുസംഗ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അസംഗശസ്ത്രം, അസംഗം എന്ന് പറയുന്ന നിസ്സംഗത എന്ന് പറയുന്ന വാളുകൊണ്ട് വേര് അറുത്ത് കളയുകയാണ്. അങ്ങനെ സ്വഭൃത്യ സംസാരതരോഹോ കുഠാരം, തൻ്റെ ഭൃത്യൻ എന്ന് വെച്ചാൽ ഭക്തൻ, ശരണാഗതി ചെയ്തിരിക്കുന്ന ഭക്തൻ, സർജറിയാണ്. അല്ലാതെ ഡോക്ടറുടെ അടുത്ത് പോയാൽ പേഷ്യൻ്റ് ഒരുപാട് അനുസരിക്കണം അല്ലേ? അതുകൊണ്ടാണ് പേഷ്യൻ്റ് എന്ന് പേര്. ക്ഷമയോടെ ഡോക്ടർ തരുന്ന മരുന്നൊക്കെ കഴിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ സർജറിക്ക് പോകുമ്പോൾ ഇയാളൊന്നും ചെയ്യണ്ട, അവർ ചെയ്തോളും. കിടന്നു കൊടുക്കുക, പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ അനസ്തീഷ്യ കൊടുക്കും, നാസ്തി ആക്കി കളയുന്ന അർത്ഥം. അതാണ് അനസ്തി.
ഇങ്ങനെയാണ്. അസ്ഥി എന്നുള്ളത് അങ്ങോട്ട് എടുത്തു കളയും. എന്നിട്ട് സർജറി ചെയ്യാൻ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് അവിടെ കുഠാരം എന്ന് പറഞ്ഞത്, ആയുധം. ഇങ്ങനെ പറഞ്ഞതും ഭഗവാൻ ഒന്ന് മന്ദഹസിച്ചു. ഇത്തം സ്വമ ഇതി സ്വമാതുഹു നിരവധ്യമീപ്സിതം നിശമ്യ പുംസാം അപവർഗവർദ്ധനം ധിയാ അഭിനന്ദ്യ ആത്മവതാം സതാം ഗതി ബഭാഷ ഈശത് സ്മിതശോഭിതാനനഃ. ഉള്ളിലങ്ങനെ ആനന്ദം വന്നിട്ട്, ചിലപ്പോൾ സന്തോഷം വരുമ്പോൾ നല്ല എക്സ്പ്രഷനുള്ള ആളുകളുണ്ടല്ലോ, അവർക്കങ്ങനെ നെറ്റിയും മുഖവും ഒക്കെ തനി പ്രകാശിക്കും. അങ്ങനെ അത് വായി തുറന്ന് ചിരിക്കൊന്നും വേണ്ട. ഈശത് ശോഭിതാനനഃ, സ്മിത ശോഭിതാനനഃ. അങ്ങനെ അതാണ് പരമേശ്വരൻ നടരാജനായിട്ട് ചിദംബരത്തിൽ നർത്തനം ചെയ്യുമ്പോൾ ഒരു കാല് നിലത്ത് ഊന്നിയിട്ടില്ല, അങ്ങനെ കട്ടവരൽ ഊന്നി മറ്റേ കാലെടുത്ത് നിന്നിട്ട് അങ്ങനെ ചിരിക്കുന്നതിന് കുമിഴ്ശിരിപ്പ് എന്ന് പറഞ്ഞു തിരുനാവുക്കരശ സ്വാമികൾ. കുമിഴെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ മുത്ത് ഇങ്ങനെ ഇരിക്കണത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് പോകില്ലേ, അതുപോലെ കുമിഴ്ശിരിപ്പ്. ഉള്ളിലുള്ള ആനന്ദം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്, പക്ഷേ വായ തുറന്നില്ല, ഒന്നുമില്ല. അവിടെ അങ്ങനെ മന്ദഹസിച്ച് ചിരിച്ച് അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന ആ ദിവ്യരൂപം. അത് കാണാമെങ്കിൽ ഇനിയും ജനിക്കാമെന്ന് പറയണം. ഇനി മറുജന്മം വേണമെങ്കിൽ ഞാൻ എടുക്കാമെന്നാണ്, ഇനിയും ഞാൻ ജനിക്കാമെന്ന് പറയാം. അപ്പോൾ ആ അങ്ങനെ ചിരിച്ചു അത്രേ. ധിയാ അഭിനന്ദ്യ, ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്ന്. ഉത്തമ മുമുക്ഷുക്കളെ കാണുമ്പോൾ ബ്രഹ്മനിഷ്ഠന്മാരായ ആചാര്യന്മാരങ്ങനെ ആസ്വദിക്കണം. ഇപ്പോൾ നരേന്ദ്രനാഥനെ ആദ്യമായിട്ട് രാമകൃഷ്ണ പരമഹംസർ കണ്ടപ്പോൾ പുഷ്പമിട്ട് പൂജിച്ചു. ഗുരുവിനെയല്ല ശിഷ്യൻ പൂജിച്ചത്, ശിഷ്യനെ ഗുരു പുഷ്പാർച്ചന ചെയ്തു, ആരത്തി കാണിച്ചു, നാരായണനാണെന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വസ്തുവിന് ഇതാണ് ശ്രുതിഗീത. ശ്രുതിഗീത എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല ബ്രഹ്മവിദ്യ, ഉള്ളിലുള്ള ആളെ എണീപ്പിക്കുകയാണ്. എണീക്കൂ എണീക്കൂ എണീക്കൂ, ജയ ജയാ ജഹി അജാം അജിത ദോഷഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ. അങ്ങ് ദിവ്യപുരുഷനായ ഭഗവാനെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റിട്ട് കോളിംഗ് ബെൽ അടിച്ചാൽ വാതിൽ തുറക്കണ പോലെയാണ്. പുറത്തുനിന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്, ഉള്ളിൽ നിന്ന് ആവരണം നീക്കൂ എന്നാണ്. ജയ ജയാ ജഹി അജാം, ഉള്ളിൽ നിന്നും ആവരണം നീക്കൂ, ഉള്ളിൽ നിന്നും ആ അജ്ഞാന ആവരണത്തിനെ നീക്കൂ എന്നും അന്തര്യാമിയായ ദേവൻ്റെ അടുത്ത് പറയാണ്. ഇതാണ് ഉത്തമ ഗുരുവിൻ്റെ വൈഭവം, ശക്തി എന്ന്. ശിഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവതയെ തൊട്ടുണർത്തിവിടുകയാണ്. ഇപ്പോൾ അങ്ങനെ മന്ദഹസിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആസ്വദിച്ചു, അമ്മയുടെ ഉള്ളിൽ കണ്ട് ആ വൈരാഗ്യത്തിനെ ആസ്വദിച്ചു. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ. ഏറ്റവും ഉത്തമമായ മതം എന്താണ്? ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്, മതം മമ. അത് ഹിന്ദു മതമാണോ, ക്രിസ്തു മതമാണോ, ഇസ്ലാം മതമാണോ, ബുദ്ധമതമാണോ, ജൈനമതമാണോ? നാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ആരോ പറഞ്ഞു, ഒരുപാട് വെറുത്തു പോയിട്ട് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും എന്ന് പറഞ്ഞാത്രേ. എന്താണെന്ന് വെച്ചാൽ ഒന്നും മതം എന്ന് വെറുതെ പറയുകയല്ലേ നമ്മൾ അല്ലേ. എത്ര അനുഷ്ഠാനം. വാസ്തവത്തിൽ മതം എവിടെ? റിലീജിയൻ ഈസ് റിയലൈസേഷൻ എന്ന് പറഞ്ഞു വിവേകാനന്ദ സ്വാമി. അങ്ങനെയാണെങ്കിൽ ഇത് മതം എന്നൊക്കെ പറയാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ശാസ്ത്ര പഠനം, സത്സംഗം, ജപം, ധ്യാനം ഇതൊക്കെ വേണം. ഭഗവതാരാധനാലക്ഷണോ ധർമ്മ, അതാണ് ഭാഗവത ധർമ്മം. ഭഗവതാരാധനാലക്ഷണോ ധർമ്മ. വെറുതെ നമ്മൾ ഇതാണതാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അല്ലേ. അപ്പോൾ എന്താണ് മതം? യോഗ, ആധ്യാത്മിക യോഗ. അധ്യാത്മയോഗം എല്ലാവർക്കും നിശ്രേയസത്തിന്, പരമമായ നിർവൃത്തിക്ക്
അധ്യാത്മ പുരോഗതിക്ക് കാരണമായിട്ടുള്ള യോഗമാണ് ഏറ്റവും ഉത്തമമായ വഴി. അത്യന്ത ഉപരതിഹി യത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ഇതാണ് യോഗം. ദുഃഖത്തിനും ഉപരതി, സുഖത്തിനും ഉപരതി. എത്ര ദുഃഖം പാടില്ല, സുഖം വേണം. ലഡ്ഡു കഴിക്കുകയും വേണം, ഡയബറ്റീസ് വരാനും പാടില്ല. ഞാൻ കഴിക്കും, അത്രയൊന്നും അധികമൊന്നും കഴിച്ചില്ലല്ലോ, 15 കഴിച്ചുള്ളൂ. ഡയബറ്റീസ് വരാനും പാടില്ല. ഈ അനുഭവിക്കുന്ന സുഖമൊന്നും സുഖമല്ല എന്നാണ്, അതും ദുഃഖമാണ്. സർവം ദുഃഖം വിവേകിനാം, പതഞ്ജലി യോഗസൂത്രം. വിവേകം വരുമ്പോൾ ഈ സുഖമെന്ന് നമ്മൾ വിളിക്കുന്നതൊക്കെ ദുഃഖമായിട്ട് തോന്നും. ആരംഭത്തിൽ സുഖം അല്ലേ? ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരുപാട് പായസം കഴിക്കണവർക്കുണ്ടല്ലോ, അവരെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ കൊടുക്കുക, എത്ര കഴിക്കുന്നു നോക്കാമല്ലോ എന്നാണ്. അത് പ്രത്യേകിച്ച് ഈ ഉത്സവമൊക്കെ നടക്കുമ്പോൾ വലിയ തവി, ഒരു തവി തന്നെ എത്ര ഉണ്ടാവും, അങ്ങനെ ഒഴിച്ചിട്ട് ഒരു വിദ്വാൻ 19 തവി കഴിച്ചു. പക്ഷേ ഒരു 10-ന് ശേഷം മതിയെന്ന് പറഞ്ഞു, 12-ന് ശേഷം രസം പോയി, ഒരു 13-14 കഴിയുമ്പോൾ ദേഷ്യം വരാൻ തുടങ്ങി. 19 ആയപ്പോൾ ആ തവി പിടിച്ചു വാങ്ങി കൊടുത്തവന് ഒരു അടി കൊടുക്കുക. ഇത് ഒരേ സാധനമാണ്. ആരംഭത്തിൽ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് കഴിച്ച ആള് 19 തവി ആവുമ്പോഴേക്കും ഒരേ സുഖവസ്തു ദുഃഖവസ്തുവായിട്ട് മാറി. അതിഭോഗാത് വിരജ്യത്തെ. അപ്പോൾ സുഖമും ദുഃഖമാണ്. ആനന്ദം എന്ന് പറയുന്നത് എവിടെ സുഖദുഃഖം രണ്ടിനെയും കടന്നു നിൽക്കുന്ന. സുഖം എന്ന് പറയുമ്പോൾ എന്താ, അതും മനസ്സിനെ ഒരു ഇക്കിളിപ്പെടുത്തലാണല്ലോ അല്ലേ? ദുഃഖമും മനസ്സിൻ്റെ ഒരു വിഷമമാണല്ലോ, വിഷാദം. ഇതൊന്നുമില്ലാത്ത ശാന്തി. അത്യന്ത ഉപരതിഹി യത്ര ദുഃഖസ്യ ച സുഖസ്യ ച സുഖദുഃഖേ സമേകൃത്വ ലാഭാലാഭോ ജയാജയോ ഒക്കെ സമം. അസമത്വം യോഗ ഉച്യത്തെ. ഇതാണ് യോഗം. തം ഇമം തേ പ്രവക്ഷ്യാമി. ഭഗവാൻ പറഞ്ഞു, ഞാനിതാ അത് അമ്മയ്ക്ക് ഉപദേശിച്ചു തരാം. പണ്ട് ഞാൻ ഋഷികൾക്കൊക്കെ ഉപദേശിച്ചതാണ്. ആ യോഗത്തിനെ ഞാൻ പറഞ്ഞു തരാം. സർവാംഗനൈപുണം യോഗ, എല്ലാവിധത്തിലും നിപുണത, സ്കിൽഫുൾനെസ്, കൗശലത ഉള്ളതായ ആ യോഗത്തിനെ പറഞ്ഞു തരാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, മനസ്സാണ് ബന്ധത്തിന് കാരണം, വേറെ ഒന്നുമില്ല. മനോഹി ഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തനെ. ചേതഃ ഖലു അസ്യ ബന്ധായ. മനസ്സിലാണ് ബന്ധം, മനസ്സിൽ തന്നെയാണ് മുക്തിയും വരേണ്ടത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന. മനസ്സിൽ അബ്സോർബ് ചെയ്തെടുക്കണം ഈ ജ്ഞാനത്തിനെ. ഇവിടെ നാനാത്വമില്ല, പലതില്ല എന്നുള്ള ഈ തത്വത്തിനെ മനസ്സിൽ നല്ലവണ്ണം, മനസ്സെന്നുള്ള തുണി ഈ ജ്ഞാനമാകുന്ന ഛായത്തിൽ മുക്കി വയ്ക്കണം. മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന. മനസ്സുകൊണ്ട് ഇത് സ്വീകരിക്കണം, കുടിക്കണം. ഇതിനെ മനസ്സിൻ്റെ മണ്ഡലത്തിനെ പരിപാകപ്പെടുത്തിയെടുത്ത് ഈ ജ്ഞാനം കൊണ്ട് അത് പരിപക്വമാവാനായിട്ടാണ് മനനവും നിധിധ്യാസനവും ചെയ്യുന്നത്. മുക്തയേച്ച ആത്മനോമതം. നമ്മുടെ സാധനയുടെ ആരംഭപ്പടിയൊക്കെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയാണ്. അവിടെയാണ് ഇതൊക്കെ പറയണത്. ഉപാസന. ജ്ഞാനമോ മനസ്സിനെ ഉപയോഗപ്പെടുത്താതെ ഇരിക്കുന്നതാണ് ജ്ഞാനം. മനസ്സിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞ സ്വരൂപത്തിൽ സ്ഥിതനാവുന്നതാണ് ജ്ഞാനം. പക്ഷേ ആരംഭത്തിൽ ഇത് എല്ലാ കുഴപ്പത്തോടു കൂടി ഇരിക്കുമ്പോൾ അതിനെ ഉപേക്ഷിക്കാനൊക്കില്ല. ഉപേക്ഷിച്ചാൽ സമാധാനമായിട്ടിരിക്കില്ല. പേപ്പട്ടിയെ പിടിച്ച് വീട്ടിൽ അഴിച്ചു വിട്ടിട്ട് ഉറങ്ങാൻ പറ്റുമോ? അതുപോലെയാണ് മനസ്സ്.
വികലമായ മനസ്സിനെ വെച്ചുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ഐ എം നോട്ട് ദ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. മനസ്സ് വികലമാണെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ആദ്യം മനസ്സിനെ സംശുദ്ധമാക്കണം. അഹം മമ അഭിമാനോത്ഥൈഹി കാമലോഭാദിഭിർമലൈഹി വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. ഈ സുഖം എന്നൊക്കെ പറയണതുണ്ടല്ലോ, അതും ദുഃഖമാണെന്ന് പറഞ്ഞല്ലോ. ഇത് എപ്പോൾ അറിയും എന്ന് വെച്ചാൽ മനസ്സിൻ്റെ സമസ്ഥിതി, ആ ശാന്തി, നിശ്ചലത അറിയുമ്പോഴാണ് നമുക്ക് ഈ സുഖത്തിലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവിടെ പോയാൽ നല്ല ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു വശത്ത് ദുഃഖമാണ്. അപ്പം അതിന് ദുഃഖപ്രതീകാരം സുഖമിതി ഭ്രാമ്യതി ജന. ഇങ്ങോട്ട് ദുഃഖമുണ്ട്, അപ്പം അങ്ങോട്ട് സുഖം. ഇവിടെ കരച്ചിലാണെങ്കിൽ അവിടെ പോയി ചിരിക്കലാണ്, തമാശ പറയലാണ്. പക്ഷേ രണ്ടുമല്ല ശാന്തമായ അമനീഭാവസ്ഥിതി. മനസ്സില്ലാത്തതായ സ്വരൂപസ്ഥിതി, സ്വരൂപമണ്ഡലത്തിനെ സ്പർശിച്ചു കഴിയുമ്പോൾ മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന സുഖത്തിലുമുള്ള ഇൻട്രസ്റ്റ് പോയി. അതും ഒരു തരത്തിലുള്ള ഒരു ഡ്രെയിനിങ് ആണ്. ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായി അവരാണ് പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നത്. കുറേ സുഖിച്ചു, ഇനി എന്ത് ചെയ്യും? എല്ലാ സുഖവും അനുഭവിച്ചു, എൻജോയ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവസാനിച്ചു. ഇൻസെൻസിറ്റീവായി പോവും മനസ്സ്. അതുകൊണ്ട് സമം, സമനില, ശാന്തി, സമത്വം യോഗ ഉച്യത്തെ. ആ സമത്വസ്ഥിതിയിൽ ആത്മദർശനം ഉണ്ടാവുന്നു. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. പതഞ്ജലി യോഗ സൂത്രമാണ്. ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി നിരുദ്ധമാവുന്നു. അതല്ല മുഖ്യം. ചിത്തവൃത്തികളാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ചിത്തവൃത്തികളാണ്, വിചാരങ്ങളാണ്, തോട്ട്സ്. അനേക ചിത്തവൃത്തികളായിട്ട് ഇരിക്കുമ്പോൾ മനസ്സ് അശാന്തമാണ്, വിക്ഷുബ്ധമാണ്. ഒരു മന്ത്രത്തിൽ, ഭഗവാന്റെ ഒരു രൂപത്തിൽ, ഒരു ധ്യാനത്തിലേക്ക് പതുക്കെ 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 തിരിച്ചു കൊണ്ടുവരുമ്പോൾ, ഏകാഗ്രത ഉണ്ടാവുമ്പോൾ മനസ്സിൻ്റെ വിക്ഷേപം, ഡിസ്ട്രാക്ഷൻസ്, സ്കാറ്റേർഡ് സ്റ്റേറ്റ്, ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ, ശാന്തമാവുമ്പോൾ ഒരു വിധത്തിൽ അലൗകികമായ ഒരു സൗഖ്യം. സൗഖ്യം, അതാണ് വാക്ക്. ത്യാഗരാജസ്വാമി ഒരു കീർത്തനുണ്ട്, ടൈം കിടച്ച പാട്. എന്ത് സൗഖ്യം, ഇന്ത സൗഖ്യം. എന്തൊരു ഈ സുഖം ജപത്തിൽ, ഭഗവാന്റെ നാമം ജപിക്കുന്നതിലുള്ള സുഖം, അതാണ് അതിൻ്റെ അർത്ഥം. അല്ല അല്ല ആമാം ആമാം. അപ്പോൾ ആ സൗഖ്യം, ആ സുഖം ആത്മാവിൽ നിന്ന് വരുന്നതാണ്. അത് ആനന്ദം, ധ്യാനത്തിൽ വരുന്ന സുഖം. ചിത്തവൃത്തി നിരോധം. അപ്പം എന്ത് സംഭവിക്കുന്നു? താൻ തന്നിലിരിക്കുകയാണ്. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. ദ സിയർ അബൈഡ്സ് ഇൻ ഹിസ് റിയൽ നേച്ചർ. ചിത്തം ദൃശ്യമാണ്, ഞാൻ എന്നുള്ള വൃത്തി ദൃശ്യമാണ്, ശരീരം, പ്രപഞ്ചമൊക്കെ ദൃശ്യമാണ്. ആ വിക്ഷേപങ്ങളിലൊന്നും പോകാതെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ പ്രശാന്തനായി നിശ്ചലമായി താൻ സ്വസ്ഥം. നമ്മൾ പറയുന്നത് അതാണ്, സ്വസ്ഥം. സ്വത്തിൽ സ്ഥം ഇരിക്കുകയാണ്. തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേഹ പരം നിരന്തരം സ്വയം ജ്യോതി അണിമാനം അഖണ്ഡിതം ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ച ആത്മന പരിപശ്യതി ഉദാസീനം പ്രകൃതിം ച ഹതൗജസം. പ്രകൃതിക്ക് പുരുഷൻ്റെ ശക്തി കിട്ടണം, അപ്പോഴേ ഇരിക്കാൻ പറ്റുള്ളൂ. പുരുഷൻ സാക്ഷിയായിട്ട് നിൽക്കുന്തോറും പ്രകൃതിയുടെ ഓജസ് പോയി പോകും.
പ്രകൃതിം ച ഹതൗജസം. അങ്ങനെ സ്വരൂപസ്ഥിതനാവുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമ്പോൾ, അങ്ങനെ അല്ലെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെയും നമുക്ക് സത്സംഗം വേണം. ആ പ്രകൃതിക്ക് അതീതരായിട്ടുള്ള മഹാപുരുഷന്മാരുടെ സമ്പർക്കം വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മോക്ഷദ്വാരമപാവൃതം മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷു അസക്താതു അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീ. മഹദനുഗമലഭ്യാ ഭക്തി. ഭക്തി എന്ന് നമ്മൾ തന്നെ ഒരു പേര് വെച്ചാൽ പോരാന്നാണ്. മഹാപുരുഷ സമ്മതമായ ഭക്തി, സാധു സംഘത്തിൽ നിന്ന് കിട്ടണം ഭക്തി. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ മലയാളത്തിൽ സാധുക്കൾ ദരിദ്രന്മാർ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയല്ല. ഭക്തന്മാർ. ആരാണ് ഭക്തൻ? അദ്വേഷ്ട സർവഭൂതാനാം, ഇതൊക്കെ പറയണ്ടല്ലോ. ഇവിടെയും ഭഗവാൻ കുറേ പറഞ്ഞു. തിതിക്ഷവ, ആദ്യത്തെ ലക്ഷണം. ജീവിതത്തിൽ അവർക്കും ദുഃഖമൊക്കെ ഉണ്ടാവും, വിഷമിക്കുണ്ടാവും. എല്ലാം സഹിച്ചുകൊണ്ട് ഒരു വിധത്തിലും അതുകൊണ്ട് ബാധിക്കപ്പെടാതെ ഭഗവത് ധ്യാനം ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് വലിയൊരു ബലമാണ്. അങ്ങനെയുള്ള ഈ സ്പിരിച്വൽ ഇന്നർ ക്വാളിറ്റീസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പുസ്തകത്തിൽ പഠിച്ചിട്ടൊന്നും വരില്ല. പെട്രോൾ ബങ്കിൽ പോയി ഫ്യൂവൽ ഇടണ പോലെ അവരുടെയൊക്കെ അടുത്തിരുന്ന് വേണം അത് വരാൻ. ഈ വെസ്റ്റേൺ മിസ്റ്റിസിസത്തിൽ അവരൊരു വാക്കുണ്ട്, അത് ബൈബിളിലുള്ള വാക്കാണെന്നാണ് തോന്നുന്നത് എനിക്ക്. അത് അവിടെ നിന്നാണ് ഈ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യും അവർ. ഈ ആധ്യാത്മികതയെ ദ ഗുരു ബ്രീത്ത്സ് ഇൻ. ഭാഗവതത്തിലും വരും, മണത്ത് എടുക്കുന്ന പോലെയാണെന്നാണ് ഈ ഭക്തി. എന്നുവെച്ചാൽ അത്തരത്തിലുള്ള ഭാഗവതന്മാരായിട്ടുള്ളവർ, അവരിൽ കാണുന്ന തിതിക്ഷ, സഹനശക്തി. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, ചിന്താവിലാപരഹിതം. ഇത് ആദ്യത്തെ ലക്ഷണം. അപ്പോൾ ഈ ക്വാളിറ്റീസൊക്കെ ഈ അധ്യാത്മമായിട്ട് വേണ്ടതൊന്നും നമ്മൾ പുസ്തകത്തിൽ പഠിച്ച് വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ദൈവീ സമ്പത്തുള്ള മഹാപുരുഷന്മാരുടെ സംഘം കിട്ടണം. കാരുണികാഹ, കരുണ. സുഹൃദഃ സർവദേഹിനം, എല്ലാവർക്കും സുഹൃത്തുക്കളാണ് അവരെന്നാണ്. അജാതശത്രവഃ ശാന്താഹ, ആരും അവർക്ക് ശത്രുക്കളില്ല, ശാന്തരാണ്. സാധവ സാധുഭൂഷണാഹ, മൈ അനന്യേന ഭാവേന ഭക്തിം കുറുവന്തി, അനന്യമായി ഭക്തി ചെയ്യുന്നു. അവർ ഇപ്പോൾ സ്റ്റേജിലിരുന്ന് മൈക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയണ കാര്യം വേറെ. സഹജമായി സാധാരണമായിട്ട് തന്നെ ഭഗവത് കഥകളും ഭഗവത് വിഷയങ്ങളിലും രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഒരു മുഖ്യ ലക്ഷ്യം. സംവാദമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിഷയമാണ്. ശൃണ്വന്തി കഥയന്തി ച, മറ്റുള്ളവർ പറയണത് കേൾക്കുന്നു, താൻ പറയുന്നു. ആ സംഘം കിട്ടണില്ലല്ലോ ഭഗവാന്. പ്രാർത്ഥ്യ സംഘസ്തേഷ്വതത്തെ പ്രാർത്ഥ്യ, അവരോട് സംഘം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കൂ. സംഘദോഷഹരാഹിതേ, ലൗകിക വിഷയങ്ങളിലുള്ള സംഘത്തിൻ്റെ ദോഷമുണ്ടല്ലോ, അതൊക്കെ അവിടെ പോയാൽ ശരിയായിക്കൊള്ളുന്നത്. ഈ ലോകത്തിൽ നിന്നും നമുക്ക് വരുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആ സത്സംഗത്തിൽ ചെല്ലുമ്പോൾ, ദിവ്യക്ഷേത്രങ്ങളൊക്കെ സത്സംഗമാണ്. ഒരു ദിവ്യക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ
പ്രശാന്തമായൊരു അന്തരീക്ഷത്തിൽ ചിലപ്പോൾ മനസ്സ് ശാന്തമാവും. പക്ഷെ നമുക്കൊരു ഹ്യൂമൻ ടച്ച് വേണം. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ പോലെയുള്ള ഭക്തന്മാർ, ഭഗവത് ഭക്തന്മാർ ജ്ഞാനമാർഗത്തിലോ യോഗമാർഗത്തിലോ നമ്മളുടെ സാധനാപഥം എന്താണോ ആ വഴിയിൽ നമുക്ക് വഴി കാണിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു ബലമാണ്, അതൊരു വലിയ ശക്തിയാണ്. സദാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥാഃ. അവരുടെ അടുത്ത് സംഘം വരുമ്പോൾ ചെവിയിലൂടെ ഒരു ഇയർ ഡ്രോപ്സ് കിട്ടുകയാണ്, രസായനം. അത് ചെവിയിലൂടെ ചെന്നിട്ട് ഹാർട്ടിലേക്കാണ് പോണത്. ഹൃത് കർണ രസായനാഃ കഥാഃ. ഹൃദയം ചെവിയുടെ പുറകിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭക്തിയൊക്കെ ശരിയാവും. ഹൃദയം ചെവിയുടെ പുറകിലുണ്ടെങ്കിൽ ശ്രവണം ചെയ്യുമ്പോൾ തന്നെ ധ്യാനം ഉണ്ടാവും, ഭക്തിഭാവം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഹൃത് കർണരസായനാഃ കഥാഃ തജ്ജോഷണാത് ആശു അപവർഗവർത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. ഈ സംഘം കിട്ടിക്കഴിയുമ്പോൾ വൈരാഗ്യം ഉണ്ടാവും. പതുക്കെ പതുക്കെ യോഗയുക്തനായിട്ട് തീരും. യോഗമാർഗങ്ങളിൽ യത്നം ആരംഭിക്കും. ഇതൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. ഒരു സത്സംഗം കിട്ടിക്കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ സാധനയിലൊരു വീര്യം. ജപം ചെയ്യണം, ധ്യാനം ചെയ്യണം, ആത്മവിചാരം ചെയ്യണം, സദ്ഗ്രന്ഥങ്ങൾ വായിക്കണം. ഇതൊക്കെ ഒരു ഉത്സാഹം വരെയാണ്. പരമഭാഗവതന്മാരും ഒക്കെ വരുന്നു, ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നു. ഏതൊക്കെ അലൗകിക ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു, വിഹരിക്കുന്നു. ഈ സത്സംഗം ഭാഗവതം എടുത്ത് മീര ഒരു പാട്ട്, ഒരു കീർത്തനത്തിൽ പറയുന്നുണ്ട്, തനിച്ച് ഞാൻ ഏകാന്തത്തിലിരിക്കും. എന്ത് ചെയ്യും ഏകാന്തത്തിൽ? ഗീത ഭാഗവത് വാച്ചുവെങ്കിൽ ഞാൻ ഗീതയും ഭാഗവതവും വായിക്കും. ഇതാണ് ഇപ്പോൾ എൻ്റെ റൂട്ടീൻ. ഭഗവത്ഗീത വായിക്കും, ഭാഗവതം വായിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു സ്വാധ്യായനിഷ്ഠ. ഇങ്ങനെ സ്വാധ്യായനിഷ്ഠ ഉണ്ടായി മനസ്സ് ശാന്തമാവും. ഇതാണ് കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നത്. അത് കഴിഞ്ഞ് വളരെ വിസ്തരിച്ച് സാംഖ്യ ശാസ്ത്രത്തിലെ പല ഭാഗങ്ങളെയും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സപ്താഹത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒക്കില്ല. 28-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കുന്നത് പറയുന്നുണ്ട്. ചരണാരവിന്ദത്തിൽ നിന്നും മുഖം പര്യന്തം, കാൽ മുതൽ തലവരയ്ക്കും ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണം. അതിനു മുമ്പ് യോഗത്തിൻ്റെ യമനിയമങ്ങളെയൊക്കെ പറയുന്നുണ്ട്. സ്വധർമ്മം ആചരിക്കണം, ഗ്രാമ്യധർമ്മത്തിൽ നിന്നും നിവർത്തിക്കണം, മോക്ഷധർമ്മത്തിൽ രതി ഉണ്ടാവണം, മിതമായി ആഹാരം കഴിക്കണം, ഏകാന്തത്തിലിരുന്ന് പരിചയപ്പെടണം, അഹിംസ, സത്യം, അസ്തേയം, ആവശ്യത്തിന് മാത്രം ധനസ്വീകാരം, ബ്രഹ്മചര്യം, തപസ്, സ്വാധ്യായം, ദേവതാർച്ചനം, മൗനം, ആസനജയം, അതിൽ സ്ഥൈര്യം, പ്രാണജയം, ഇതൊക്കെ ഒരുപാട് വിഷയങ്ങൾ വിസ്തരിച്ച് ഒരു അധ്യാത്മ സാധന ചെയ്യേണ്ട ആൾ എന്തൊക്കെ ചെയ്യണം ഒക്കെ ഭഗവാനോട് വിസ്തരിച്ച് പറയണം. ഇതൊക്കെ ഇല്ലാതെ ധ്യാനിക്കാനിരുന്നാൽ നടക്കില്ല. അപ്പോൾ ആഹാരം വളരെ മുഖ്യമാണ്. നമ്മളുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാവണം. മൊത്തത്തിൽ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ശരിക്ക് ട്യൂൺ ചെയ്യണം നമ്മളുടെ ശരീര മനസ്സുകളെ. ചെയ്തിട്ടില്ലെങ്കിൽ ധ്യാനമൊന്നും സാധിക്കില്ല. ഒരുപാട് മുറുക്കിക്കഴിഞ്ഞാൽ വീണയുടെ കമ്പി പൊട്ടും. ലൂസായിട്ട് വിട്ടാൽ വായിക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് അതിൻ്റെ ശ്രുതി ചേർക്കണം.
അതുപോലെയാണ് ഈ യോഗത്തിന് സമത എന്ന് പറയുന്നത്. അത് പറഞ്ഞ് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കേണ്ടതൊക്കെ പറഞ്ഞു. പ്രസന്നവദനാംബുജം പദ്മഗർഭാരുണിക്ഷണം നീലോത്പലദലശ്യാമം ശംഖചക്രഗദാധരം ലസത്പങ്കജകിഞ്ചൽകപീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത്കൗസ്തുഭാമുക്തകന്ധരം മത്തദ്വിരേപകലയാം പരീതം വനമാലയാം പരാർദ്ധ്യഹാരവലയകിരീടാംഗദനൂപുരം കാഞ്ചീഗുണോല്ലസശ്രോണിം ഹൃദയാംഭോജവിഷ്ടനം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം അഭീച്യദർശനം ശശ്വത് സർവലോകനമസ്കൃതം സന്തം വയസി കൈശോരേ ഭൃത്യാനുഗ്രഹകാതരം കീർത്തന്യതീർത്ഥയശസം പുണ്യശ്ലോകയശസ്കരം ധ്യായേദേവം സമഗ്രാംഗം യാവന്നച്യവതേ മനഃ സ്ഥിതം വ്രജന്തം ആസീനം ശയാനം വാ ഗുഹാശയം പ്രേക്ഷണീയേ ഹിതം ധ്യായേത് ശുദ്ധഭാവേന ചേതസാ. ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഉള്ളിൽ ധ്യാനിച്ച് ക്രമേണ ഏതെങ്കിലും ഭഗവാന്റെ രൂപത്തിൽ മുഖത്തിലോ ചരണത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഏകാഗ്രമാക്കി ഓരോരോ ഭാഗങ്ങളായി ധ്യാനം ചെയ്ത് സ്ഫുടം ചെയ്തു കൊണ്ടുപോകുന്ന പ്രക്രിയയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഭാവസ്ഥിതിയിൽ ശരീരം തന്നെ മറഞ്ഞുപോയി, ഭഗവാന്റെ ആ ദിവ്യരൂപവും ഉള്ളിൽ നിന്ന് മറഞ്ഞുപോയി. വ്യവധാനം, പ്രതിബന്ധം നീങ്ങുമ്പോൾ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനഃ സഹസായതാർച്ചി. ചിലപ്പോൾ ആശ്ചര്യമാണ്, ഭഗവാന്റെ രൂപം ധ്യാനിച്ച് ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. ഭഗവാന്റെ മന്ത്രം ജപം ചെയ്തുകൊണ്ടേയിരുന്നു എന്തെങ്കിലും രൂപദർശനത്തിന് പകരം ആത്മദർശനം ഉണ്ടാവുക. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ കപില ഭഗവാൻ പറഞ്ഞത്. ആ രൂപം അങ്ങോട്ട് മറഞ്ഞുപോയി. ചിത്തപടിശം ശനകൈർവ്യുക്തേ, ആ ചിത്തം എന്നുള്ള ആ ഇരയിട്ടു അവിടെ, അതങ്ങോട്ട് മറഞ്ഞുപോയി. മനസ്സങ്ങോട്ട് മറഞ്ഞുപോയി. മനസ്സ് മറഞ്ഞുപോയപ്പോൾ മുക്താശ്രയം, അതിന് ആശ്രയമൊന്നുമില്ല, വാസനകളൊന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം പോയി. നിർവിഷയം, വിരക്തം, പരമവൈരാഗ്യയുക്തം, നിർവാണമൃച്ഛതി മനഃ. ഒരു കർപ്പൂരം കത്തിച്ചു വിട്ട പോലെ അങ്ങോട്ട് പോയി അത്രേ മനസ്സ്. സഹസായഥാർച്ചി ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകമന്വീക്ഷതേ. വ്യവധാനമെന്ന് വെച്ചാൽ പ്രതിബന്ധം, തടസ്സം, ഒബ്സ്റ്റക്കിൾ, തടസ്സമൊന്നുമില്ലാതെ ആത്മാവിനെ ഉള്ളിൽ കാണുന്നു. പ്രതിനിവൃത്ത ഗുണപ്രവാഹ, സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ കടന്ന് പരമശാന്തമായ ആത്മസ്വരൂപത്തിനെ അറിയുന്നു. അങ്ങനെ ആ ധ്യാനസ്ഥിതിയിൽ ഈ ഭക്തന്, ഈ യോഗിക്ക് സപ്രപഞ്ചമധിരൂഢ സമാധിയോഗ, പ്രപഞ്ചവും ഇതിനോടുകൂടെ മറഞ്ഞുപോയി. പിന്നെ ശരീരം ഉണ്ടോ എന്നുള്ള വിചാരമൊന്നുമില്ല. ഉദാഹരണം പറയണതെന്ന് വെച്ചാൽ, കള്ളു കുടിച്ചിട്ട് നടക്കുന്ന ആൾക്ക് ഉടുത്ത വസ്ത്രം വീണാൽ അറിയില്ല വഴിയിൽ. അതുപോലെ എന്നാണ് ദൃഷ്ടാന്തം വരണത്. വാസോ യഥാ പരികൃതം മദിരാമദാന്ധ. മദിര കുടിച്ച് ലഹരി പിടിച്ച് നടക്കുന്ന ആൾക്ക് ഉടുത്ത വസ്ത്രം വീണുപോയ പോലെ ശരീരം എവിടെയോ വീണുപോയത്രേ. എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പിടിപ്പ് പോയി, പ്രതിബന്ധം, അഭിമാനം പോയി. ശരീരം മറ്റുള്ളവരുടെ ദർശനത്തിനൊക്കെ ഉണ്ടാവും. ജീവൻ മുക്തൻ്റെ കാര്യത്തിലും ശരീരം മറ്റുള്ളവരുടെ ദർശനത്തിനൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മേലുള്ള അഭിമാനവും ഞാനാണ്, അതാണ് എൻ്റെ സുഖത്തിന് ഹേതു എന്നുള്ളതൊക്കെ വീണുപോയി.
എങ്ങനെ? അതിനൊരു ദൃഷ്ടാന്തം പറയുന്നത്, തൻ്റെ മകനെ കാണുന്നുണ്ട്, പക്ഷേ മകൻ എന്നിൽ നിന്ന് അന്യമാണ്, പണം എന്നിൽ നിന്ന് അന്യമാണെന്ന് അറിയണ പോലെ തന്നെ ദേഹം മുതലായതും തന്നിൽ നിന്ന് അന്യമാണെന്ന് നല്ലവണ്ണം അറിഞ്ഞു. ഇതാണ് ആരംഭപടി. യഥാ പുത്രാച്ഛ വിത്താച്ഛ പൃഥങ് മർത്യ പ്രതീയത്തെ. അതുപോലെ പിന്നെ കുറേ ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. താൻ അതിൽ നിന്ന് അന്യമാണ്, ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണെന്നുള്ള സാക്ഷാത്തായ അനുഭവത്തിലേക്ക് വന്നു. ഇതൊക്കെ പറഞ്ഞ് ഭക്തിയോഗത്തിനെ പറഞ്ഞു. പല വിധത്തിൽ ഭക്തി ഉണ്ട്. ശത്രുനാശത്തിന് വേണ്ടി പൂജ, അതിന് ഭക്തിയുണ്ട്. അങ്ങനെയുള്ള ഭക്തിയാണ് സംരംഭ ഭക്തിയാണ്, ഭിന്നദൃഗ്ഭാവം. കേരളത്തിൽ എന്തൊക്കെ തരം ഉണ്ടായിരുന്നുണ്ടല്ലേ. ഒരു ആൾക്ക് 150 കുട്ടിച്ചാത്താൻ കൺട്രോൾ ഉണ്ടായിരുന്നു അത്രേ. വേറെ ഒരാൾക്ക് ഗണപതിയെ കിട്ടി. അദ്ദേഹം ഗണപതിയെ കൊടുത്തിട്ട് 150 കുട്ടിച്ചാത്താനെ വാങ്ങിച്ചു എന്നൊക്കെയാണ് കഥ. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അറിയുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ നടന്നു ഒന്നും അറിയില്ല. ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. ഐതിഹ്യമാല വായിച്ചു നോക്കും, നേരം പോക്ക് വേണമെങ്കിൽ ഇതൊക്കെ. ഇതൊക്കെ ഉപാസന ചെയ്ത് ഈ കുട്ടിച്ചാത്താനെയൊക്കെ കൊണ്ട് നടക്കുകയാണേ. അപ്പോൾ ഗണപതിയൊക്കെ ഇങ്ങനെ നടത്തേണ്ട കാര്യമാണോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആളുകൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ഈ കുട്ടിച്ചാത്താനെ പറഞ്ഞയച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് ഓടിളക്കിയിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വരും. ഇതൊക്കെയാണ് ഈ കുട്ടിച്ചാത്താൻ്റെ പണി. ഈ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പാശ്ചാത്യ ദേശങ്ങളിലും ഉണ്ട്. ഇംഗ്ലീഷുകാർ ഇംപ്സ് എന്ന് പറയും. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേന ഇവിടെ വയ്ക്കും, പേന ഇവിടെ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ട് നോക്കുമ്പോൾ പേന കാണില്ല, അതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടാവും അത്ര. ഇതാണ് ഇപ്പം അതിൻ്റെ പണി. നമ്മൾ ഓർമ്മയില്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അതിനൊരു ഭൂതം ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ. അത് ഈ ചെടികളിലൊക്കെ ഇരിക്കും എന്നാണ് അവർ പറയണത്. അപ്പം ഇങ്ങനെയൊക്കെ ഉപാസിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള ഉപാസന. ചിലരൊക്കെ ഇത് കഴിഞ്ഞാൽ പതുക്കെ വരും, സ്വാമി അതിൻ്റെ പേരൊക്കെ കൂടെ പറയണു, അത് എവിടെയാണ് കിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ കഥയാണ്. അപ്പോൾ സംരംഭം, മറ്റുള്ളവർക്ക് ദ്വേഷം വെച്ചുകൊണ്ട് ഭക്തി ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോൾ ദേവീ സ്തുതിയിലൊക്കെ പോലും ഉണ്ടല്ലോ, അസ്മത് ശത്രു വിനാശനം ഏവമേവ ത്വയാ കാര്യം, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യാം. യോ ഓസ്മാൻ ദ്വേഷ്ടിയഞ്ച വയം ദ്വിഷ്മഹ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു ഭക്തിയുണ്ട്. അത് താമസഭക്തി. പിന്നെ വിഷയങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല പേര് പുകഴൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി സ്വാമിയെ ആരാധിച്ചു, പൂജ ചെയ്തു, ഐശ്വര്യ ലാഭത്തിന് വേണ്ടിയിട്ട് ധനാകർഷണ ഭൈരവ യന്ത്രം സ്ഥാപിച്ചു. ആർക്കത്? ആ വെച്ച ആൾക്ക്. ഇങ്ങനെയൊക്കെയുള്ള ഭക്തി, ധാരാളം പണം കിട്ടാനുള്ള ഭക്തി. ഞങ്ങളുടെ അവിടെ ഒരു അറിയണ ഒരു അമ്പലത്തിലൊരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ എന്തൊക്കെയോ ചെയ്തിട്ട് പറഞ്ഞയച്ചു. അദ്ദേഹത്തിന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ അമ്പലത്തിനുള്ളിൽ പോയി നോക്കുമ്പോൾ സ്വാമിയെ മുഴുവൻ ലോട്ടറി കൊണ്ട് അർച്ചന ചെയ്തിരിക്കുകയാണ്. ലോട്ടറി ടിക്കറ്റ്. എന്തിനാന്ന് വെച്ചാൽ ആർക്കോ അടിച്ചു ലോട്ടറി. അവിടെ ഒരു ബാർബർ ഉണ്ടായിരുന്നു, അയാൾക്ക് അടിച്ചപ്പോൾ ഈ ലോട്ടറി ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്താ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എനിക്കും കിട്ടണം എന്ന് പറഞ്ഞ് അർച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളോടുകൂടെ ഇല്ല. ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴും കാണാം ഈ ഐശ്വര്യത്തിനുള്ള പൂജ, ഇതിനുള്ള പൂജ, അതിനുള്ള പൂജ, ധനത്തിനുള്ള പൂജ. ഇതൊക്കെ ഇത് രാജസമായ പൂജ. പൃഥക് ഭാവസ രാജസഹ, ലൗകിക ആഗ്രഹങ്ങളോടുകൂടെ. ഇപ്പം രാജാക്കന്മാരൊക്കെ പല വിധത്തിൽ ഭഗവാനെ ആരാധിക്കും ലാഭത്തിന് വേണ്ടിയിട്ട്. നിർഹാരം കർമ്മത്തിനെയൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് സാത്വികമായ പൂജ. അവിടെയും പക്ഷെ അഭിമാനമുണ്ട്.
ഈ അഭിമാനമേ ഇല്ലാത്ത ഭക്തി, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമേ ഇല്ലാതെ മദ്ഗുണശ്രുതിമാത്രേണ മയി സർവഗുഹാശയെ മനോഗതി അവിച്ഛിന്ന യഥാ ഗംഗാംഭസ അംബുധൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം. നിർഗുണഭക്തി എന്ന് പറഞ്ഞു അതിന്. എന്നുവെച്ചാൽ ഒരാഗ്രഹവുമില്ല, ഭഗവത് ഗുണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഭക്തി വരും. ആത്മജ്ഞാനമാണ് ഭക്തി, ആത്മാനുഭൂതിയാണ് ഭക്തി. കാരണം മയി സർവഗുഹാശയെ, എല്ലാവരുടെ ഹൃദയഗുഹയിലും വസിക്കുന്നതായ എന്നിൽ മനസ്സ് പ്രവേശിക്കുകയാണ്. എന്ന് വെച്ചാലോ ആ അനുസന്ധാനം ഉണ്ടാവുകയാണ്, സമാധിപ്രജ്ഞ ഉണ്ടാവുകയാണ്. അതാണ് ഉത്തമ ഭക്തി. സമാധിയാണ് ഉത്തമ ഭക്തി. അഹൈതുകി അവ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ, അത് ഉത്തമ ഭക്തിയാണ്. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഉത്തമ ഭക്തൻ അതിനു മേലെ ഒരു സ്റ്റേജ് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ സർവഭൂതങ്ങളിലും ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അയാൾക്ക് കണ്ണടച്ച് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. അയാൾ ഭഗവാന് സേവ ചെയ്യാണ്. സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം മുതലായതൊക്കെ കൊടുത്താൽ പോലും വാങ്ങിക്കില്ല എന്നാണ്. ദീയമാനം ന ഗൃഹന്തി, ഒരു ആഗ്രഹവുമില്ല, ഒന്നും ആഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹമില്ലാത്ത ഭക്തനെ ഭഗവാൻ പറയണം, ഞാൻ അയാളുടെ പുറകെ നടക്കുന്നുണ്ട്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമി അഹം നിത്യം പൂയേയേതി അംഘ്രിരേണുഭി. അവൻ്റെ പാദരജസ് കൊണ്ട് എന്നെ ശുദ്ധമാക്കാനായിട്ട് ഞാൻ പുറകെ നടക്കും. നിരപേക്ഷം, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ശാന്തം, വൈരമില്ല, വെറുപ്പില്ല. നിർവൈരം സമദർശനം അനുവ്രജാമി അഹം നിത്യം പൂയേയേതി അംഘ്രിരേണുഭി. അത്തരത്തിലുള്ള ഭക്തി വളരെ അപൂർവമാണ്. അവർ സ്വതന്ത്രരാണ്. കാരണം ആഗ്രഹങ്ങളൊന്നുമില്ല. ഭഗവാന്റെ അടുത്ത് പോലും ഒന്നും ചോദിക്കാനില്ല, ഗുരുവിൻ്റെ അടുത്തൊന്നും ചോദിക്കാനില്ല, യാതൊരു ഡിമാൻഡുമില്ല, യാതൊരു പ്രതീക്ഷയുമില്ല, ഉള്ളിൽ അപേക്ഷയുമില്ല. നിരപേക്ഷം. അവർ ത്രിഗുണങ്ങളും കടന്ന് ആത്മസ്ഥിതരാണ്. ഇതൊക്കെ കഴിഞ്ഞ് പറഞ്ഞു, എല്ലാ ശരീരത്തിലും അന്തര്യാമിയായി ഹരി ഉണ്ട്, ഭഗവാനുണ്ട്. അതുകൊണ്ട് ഒരാളെയും അപമാനിക്കരുത്, ദ്വേഷിക്കരുത്. അങ്ങനെ ഭൂതഗ്രാമത്തിലുള്ള ദേവനെ അപമാനിച്ചിട്ട് നിങ്ങളൊരു വിഗ്രഹത്തിൽ വെച്ച് പൂജിച്ചാൽ എന്നെ നിങ്ങൾ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്, പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ. സർവാത്മഭാവം. യോമാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനം ഈശ്വരം ഹിത്വാ അർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. ഈ അർച്ചനാമൂർത്തിയിൽ പൂജിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്, ഒരു അഭ്യാസമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യും സർവത്ര നിന്ദിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ ഭക്തനല്ല, അവൻ എന്നെ ഭസ്മത്തിൽ ഹോമിക്കുന്ന പോലെയാണെന്നാണ്. അഗ്നിയിലല്ല. അഗ്നിയിലാണല്ലോ ഹോമം. വെറും ഭസ്മത്തിൽ ഹോമിച്ചാൽ എന്തർത്ഥം? അഗ്നി ചാരമായിട്ട് ആ ചാരത്തിൽ ഹോമിക്കുകയാണ്, പ്രയോജനമില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭാഗവതത്തിൽ ഭഗവാന്റെ അർച്ചനാമൂർത്തിയിൽ ആരാധിക്കാൻ പാടില്ല എല്ലാവർക്കും, എല്ലാവരുടെ ഉള്ളിൽ. അങ്ങനെയല്ല. എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായ ദേവനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നത് ഏറ്റവും ഉയർന്നതാണ്. വളരെ വ്യത്യാസമുണ്ട് നമ്മൾ ലോകസേവാ പ്രവർത്തനത്തിനും ഈ ദർശനത്തിനും. മറ്റേതിൽ അധ്യാത്മമില്ല, അത് സോഷ്യൽ സർവീസ് മാത്രമാണ്, അത് സ്പിരിച്വൽ അല്ല. ഇത് അധ്യാത്മമാണ്. ഇത് വളരെ അലൗകികമായൊരു മണ്ഡലമാണ്. ഈ സാധാരണ നമ്മൾ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കുമ്പോഴേ നമ്മൾ നല്ല കാര്യമാണ്, പക്ഷേ
അയാളെ ശരിക്കും നമ്മൾ അപമാനിക്കുകയാണ്. അയാൾ ഈ വാങ്ങിക്കേണ്ട നിലയിൽ നിൽക്കുകയാണ്. അയാൾക്ക് ഇത്തിരി അഭിമാനം ഉണ്ടെങ്കിൽ അയാൾക്ക് വളരെ വിഷമമായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടി വാങ്ങിക്കാൻ, അല്ലേ? അതുകൊണ്ടാണ് വൈദികമായിട്ട് എന്തെങ്കിലും ദാനം ചെയ്യുമ്പോൾ ഈ വാങ്ങിക്കുന്ന ആളെ മുകളിലിരുത്തി നമസ്കരിച്ച് പൂജിച്ച് ആരാധിച്ച് ദാനം കൊടുത്തിട്ട് ദാനം വാങ്ങിച്ചതിന് ഒരു നന്ദിയായിട്ട് ദക്ഷിണയും കൊടുക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അത്രയും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് കൊടുക്കേണ്ടത്. ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം. ലജ്ജയോട് കൊടുക്കുകയാണ്, ഭക്തിയോടെ കൊടുക്കുകയാണ്, അറിവോടെ കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ വാങ്ങിക്കുന്ന ആളിൽ നമ്മൾ ദേവനെ കാണുന്നു. ഭഗവാനെ അതിഥി ദേവോ ഭവ, അഭ്യാഗത സ്വയം വിഷ്ണു. അങ്ങനെയൊക്കെയാണ് കൊടുക്കണത്. അങ്ങനെ കൊടുത്താൽ നല്ലത്, അല്ലേ? കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് കൊടുക്കും. വളരെ നമ്മൾ പറയുന്നു, പക്ഷേ ഈ കൊടുക്കുമ്പോഴാണ് അഹങ്കാരം വരിക. കൃപാനന്ദ വാര്യർ ഒരു കഥ പറയും. ഒരാൾ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷയിൽ നല്ല പാസ്സാകണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി മുരുകൻ, അതാണ് അദ്ദേഹം, മുരുകൻ്റെ അമ്പലത്തിൽ പോയി ഉണ്ടിയലിൽ ഓരോ രൂപയിടും. പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചു. ഇങ്ങനെ വന്നു. 10ാം ക്ലാസ് നല്ല ഹൈ ഡിസ്റ്റിങ്ഷൻ കിട്ടണം. മുരുകൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അവിടെ ചെന്നൊരു അപ്പോഴേക്കും ഒരു 10 രൂപ ഡിസ്റ്റിങ്ഷനിൽ പാസ്സായി. അതൊക്കെ കഴിഞ്ഞ് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം. മുരുകൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. കോളേജിൽ നല്ല ഹൈ മാർക്കോടുകൂടി പാസ്സാകണം. ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായി. നല്ല ജോലി കിട്ടണം. ജോലി കിട്ടി. കല്യാണം, ഇഷ്ടപ്പെട്ട പോലെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അതും നടന്നു. ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് ഇങ്ങനെ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കണു. സുബ്രഹ്മണ്യ സ്വാമി ഒരു കുഞ്ഞിക്കാല് കാണേണ്ടത് കണ്ടു. എന്തൊക്കെയോ ചോദിച്ചു, എല്ലാം സാധിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അയാൾക്ക് ഒരു നല്ലത് തോന്നി. ഇത്രയധികം ഞാൻ ചോദിച്ചു, ആഗ്രഹിച്ചതൊക്കെ നടന്നു, എനിക്കെല്ലാം കിട്ടി, ഇനി ദാനം ചെയ്യണം തീരുമാനിച്ചു. അപ്പോൾ അയാൾ കുറേ രൂപ കയ്യിലെടുത്ത് വെച്ച് ആ നാട്ടിലുള്ള ഭിക്ഷക്കാരെയൊക്കെ വിളിച്ച് ഓരോരുത്തർക്കായിട്ട് നൊണ്ടി പിടിച്ചൊരാൾ വന്നു, അയാൾക്കൊരു 10 രൂപ കൊടുത്തു. കണ്ണ് കാണാത്ത ഒരാൾ വന്നു, അയാൾക്കൊരു 10 രൂപ കൊടുത്തു. കുട്ടിയെ എടുത്തൊരു അമ്മ വന്നു, അവർക്കൊരു 10 രൂപ കൊടുത്തു. ഇങ്ങനെ പോയി കുറേ പേർ കൊടുത്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ വാങ്ങിച്ച ആളെ പതുക്കെ പിന്നാലെ പോയി ക്യൂവിൽ നിന്നിട്ട് അയാൾ തന്നെ വന്നു. അയാൾ തന്നെ ആ ലൈനിൽ വന്നതും നീയല്ലേ വാങ്ങിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നാലെ നിന്ന് ആരോ ഇങ്ങനെ തട്ടി പിടിച്ചു. നോക്കുമ്പോൾ മുരുകൻ നിൽക്കുകയാണ്. നീ എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു എന്നാണ്. നഴ്സറി ക്ലാസ് തൊട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതാണ് നിനക്കും എനിക്ക് വ്യത്യാസം. എത്ര പ്രാവശ്യം വന്നു, ഒരേ ആൾ വീണ്ടും 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 വീണ്ടും, ഇല്ലേ? ഇപ്പോൾ ഒരു 10 രൂപ കൊടുക്കുന്നതിന് വാങ്ങിച്ച ആൾ തിരിച്ചു വന്നതും. അപ്പോൾ ഈ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ദാനം കൊടുക്കുക നല്ലതിൽ ആണ് ഈ അഹങ്കാരം മാക്സിമം വന്നിരിക്കുക. നല്ല കാര്യം ചെയ്യുന്നു. അപ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ വളരെ പേടിക്കണം, വളരെ ജാഗ്രതയോടുകൂടെ, ഈശ്വരാരാധനയോടുകൂടെ, ആ ഭാവത്തോടുകൂടെ, ഭക്തിയോടുകൂടെ ചെയ്യണം. വിധിഹീനസ്യ യജ്ഞസ്യ സദ്യകർത്താ വിനശ്യതി. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വിധിഹീനമായി പോകരുതെന്നാണ്. ദശരഥൻ പേടിക്കുകയാണ് യാഗം ചെയ്യുമ്പോഴേ. എല്ലാ ഋഷികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ജാഗ്രതയായിട്ട് ചെയ്യണം, എവിടെയും ഒരു അപചാരം വരരുത് എന്നൊക്കെ പറഞ്ഞു. അത്രയും ജാഗ്രത. അപ്പോൾ പൂജ ചെയ്യുമ്പോഴും ഭഗവത് ആരാധന ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഒരു അർച്ചനാമൂർത്തിയിൽ ആരാധന ചെയ്യുന്നു, എല്ലാ പതുക്കെ ഇത് പഠിക്കണമെന്നാണ്. സർവഭൂതങ്ങളിലും അന്തര്യാമിയായ ദേവൻ ഇരിക്കുന്നു. അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം. സർവഭൂതങ്ങളിലും
ആലയമാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവനെ, എല്ലാവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലും ആ ശരീരമാണ് ആലയം, അമ്പലമാക്കി ചെയ്തുകൊണ്ട് ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം വള്ളർപ്പിരാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ഐന്തും കാളാമണി വിളക്ക്. തിരുമന്ദിരത്തിലൊരു ശ്ലോകമാണത്. ഈ ഹൃദയമാണ് ശ്രീകോവില്, ഈ ശരീരമാലയമാണെന്നാണ്. അപ്പോൾ ഈ ശരീരത്തിനകത്ത് അന്തര്യാമിയായി ദേവൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ആ ദേവനെ ആരാധിക്കുക. എങ്ങനെ? വിശക്കുന്ന ശരീരത്തിന് അന്നം കൊണ്ട് ആരാധിക്കുക. വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊണ്ട് ആരാധിക്കുക. ഒന്നുമില്ലെങ്കിലും അഭിന്നേന ഒരു ബഹുമാനം കൊണ്ട്, അഭിന്നേന മൈത്രിയ, ഒരു പ്രിയത്തോടുകൂടെ, അഭിന്നേന ചക്ഷുഷ, അഭിന്ന ഭാവത്തോടുകൂടെ ഇങ്ങനെ ആരാധിക്കുക. സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ദേവനെ അങ്ങനെ ആരാധിച്ചാൽ ആ ദേവൻ പ്രസന്നനായിട്ട് തീരും എന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ അടുത്ത് വെറുപ്പ് മാത്രം വെക്കരുതെന്നാണ്. എന്തൊക്കെ തന്നെ അവർ ചെയ്യട്ടെ, അവരൊരു പക്ഷേ നമ്മളെ വെറുക്കണുണ്ടാവും, നമുക്കറിയാൻ വരും. ഇപ്പം ശങ്കരാചാര്യർ ഒരു സ്മൃതിവാക്യം ഉദ്ധരിക്കേണ്ടവരടുത്ത് ആരെങ്കിലും നമ്മളെ വെറുക്കണമെന്ന് അറിഞ്ഞാൽ ആ വെറുക്കുന്നത് അവർ തന്നെ വെച്ചോട്ടെ, നീ എടുക്കരുതെന്നാണ്. അവർ വിവദത്സ്വേവ നിക്ഷിപ്യ വിദ്വേഷോദ്ഭവ കാരണം തൈഹി അബാധിത സദ്ബുദ്ധി സുഖം നിർവാതി വേദവിത്. അവർക്ക് നമ്മളോട് വിവാദമുണ്ട്, ദ്വേഷമുണ്ട്, അവരുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാനോ അത് ചകഞ്ഞു നോക്കാനോ ഒന്നും പാടില്ല. നമ്മളവരെ കണ്ട് നമസ്കരിച്ച് എങ്ങനെ ഇരിക്കണോ ഒക്കെ ചോദിച്ച് സൗഖ്യമായിട്ട് മിണ്ടാതെ പോകണം. രജിസ്റ്ററേ ചെയ്യാൻ പാടില്ല. ഇതൊരു യോഗവിദ്യയാണത്. പല നെഗറ്റീവായിട്ടുള്ള വസ്തുക്കളെ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്നാൽ കുറേ സമാധാനം ഉണ്ടാവും. വെറുതെ വിഷമൊന്നും തിന്നരുത്. ഈ വായ കൊണ്ട് തിന്നണത് മാത്രമല്ല, മനസ്സുകൊണ്ടും തിന്നരുത്, ചെവി കൊണ്ടും തിന്നരുത്. വേണ്ടാത്തതൊക്കെ എന്തൊക്കെയോ ലോകത്തിൽ എപ്പോഴാണ് ഈ വേണ്ടാത്ത കാര്യം നടക്കാത്തതുള്ളത്? ലോകത്തിൽ എപ്പോഴാണ് പുറത്തെല്ലാം നടന്നതൊക്കെ നല്ല കാര്യമായിട്ടുള്ളത്? രാമായണ കാലത്തുമില്ല, മഹാഭാരത കാലത്തുമില്ല, ഒന്നുമില്ല. രാമൻ ഒരു ദിവസം ചെവി കൊടുത്തത് എത്ര കുഴപ്പമായി. ഒന്നും ചെവി കൊണ്ട് ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയാൻ വേണ്ടാത്തതൊന്നും ഉള്ളിൽ കയറ്റരുത്, ദഹിക്കാത്തതൊന്നും തിന്നരുത്. അപ്പോൾ നമ്മുടെ സമാധാനം, ശാന്തി നശിച്ചുപോവാതിരിക്കും. അതുകൊണ്ട് ആരോടും വൈരം, വെറുപ്പ് വരരുത്. അദ്വേഷ്ട, ബേസിക് തിങ് അതാണ് അദ്വേഷ്ട. ദ്വേഷമില്ല. എല്ലാവരോടും നമുക്ക് ചിലപ്പോൾ മൈത്രീഭാവമൊന്നും പറ്റില്ല. എല്ലാവരുടെ അടുത്തും കൂട്ടുകൂടി ഇരിക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അത് സാധ്യമല്ല ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട്, അല്ലേ? എല്ലാവരുടെ അടുത്തും പോയി കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ച് നിർത്തിയിട്ട് വിടുകയില്ല. അപ്പം ശരി, വെറുപ്പൊന്നുമില്ല, ആരെക്കുറിച്ചും വെറുപ്പില്ല. ദാറ്റ് ബേസിക് തിങ്, അത് തന്നെ വലിയൊരു കാര്യമാണ്. ആരോടും വെറുപ്പോ ആരെയും വെറുത്തുകൊണ്ട് ഉള്ളിൽ ചിന്തിക്കണമൊന്നുമില്ല. എല്ലാവരുടെ അടുത്തും മൈത്രീഭാവം എന്ന് പറഞ്ഞാൽ അന്തരംഗത്തിൽ വയ്ക്കാം. ഇത് വേറൊരു വിധത്തിലാണ്. പതഞ്ജലി യോഗസൂത്രമാണ് ഇതിൻ്റെ മൂലം. മൈത്രി, മുദിത, കരുണ, ഉപേക്ഷ, ഇതൊക്കെ യോഗസൂത്ര വിദ്യകളാണ്. അവരുടെ മനസ്സ് പ്രസന്നമാവും. ഇത് ഭഗവാൻ ഗീതയിലും ഉപയോഗിച്ചു ഇതേ വിദ്യ. അതാണ് ഗീതയിലും യോഗസൂത്രം വരും, ഭാഗവത്തിലും വരും. ബുദ്ധമതത്തിൽ അവർ നിത്യധ്യാനത്തിൽ ഇതൊക്കെ വിഷയമാണ് അവർക്ക്. വെറുപ്പുള്ളിൽ വരരുത്, മൈത്രീഭാവം, സുഹൃത് ഭാവം. ബുദ്ധന് തന്നെ ഒരു പേര് മൈത്രേയൻ എന്നാണ്, മൈത്രേയ ബുദ്ധൻ. അത് ഒരു ബുദ്ധൻ. മിത്രഭാവം, സ്വതന്ത്ര സുഹൃത് ഭാവം. ഭഗവാൻ തന്നെ ഗീതയിൽ പറയണത് സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. രാമൻ രാമായണത്തിൽ പറയുന്നു, മിത്രഭാവേന സംപ്രാപ്തം ന ത്യജേയം കഥഞ്ചന ദോഷോ യദ്യപി തസ്യ സ്യാത്. ഒരാൾ എൻ്റെ അടുത്ത് മിത്രഭാവത്തോടു കൂടെ വന്നാൽ ഞാൻ തള്ളിവെക്കില്ല. അയാൾ ദോഷം ഉണ്ടെങ്കിലും ഞാൻ കാണില്ല എന്നാണ്. സതാമേതത ഗർഹിതം. അപ്പോൾ ഇത്തരത്തിൽ
ആർക്കാണോ മറ്റുള്ളവരോട് വൈരമുള്ളത്, വെറുപ്പുള്ളത്, ന മനഃ ശാന്തി മരിച്ചതി, ശാന്തമാവില്ല മനസ്സ്. ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നാലേ അവനെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് എവിടെ സമാധാനമായിട്ടിരിക്കും? ഇല്ലേ, അവനറിയേയില്ല പാവം. അവൻ നമുക്ക് ദീപാവലി മെസ്സേജും വിഷു ഓണം എല്ലാത്തിനും നമസ്കാരം, ഞാൻ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചിലരൊക്കെ ഇവിടെ ഇരുന്നിട്ട് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അവരെയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അവർക്ക് വല്ലതും അറിയുമോ? കഥാപാത്രങ്ങളെയൊക്കെ ചിന്തിച്ച് വെറുത്തുകൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട്. പുരാണ കഥാപാത്രങ്ങൾ. അപ്പോൾ ബദ്ധവൈരസ്യ, മനസ്സിൽ വൈരം, ദ്വേഷം വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഭക്തിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അദ്വേഷ്ട. സെക്കൻഡ് സ്റ്റെപ്പാണ് സാധിക്കുമെങ്കിൽ സന്തോഷമായിട്ട്, ഈ പതഞ്ജലി പറയണത് ആരെയും വെറുക്കരുത്, സന്തോഷമായിട്ട് മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് സന്തോഷിക്കുക. അതാണ് മൈത്രീഭാവം. വളരെ നല്ലത് മൈത്രീഭാവം. മൈത്രി, കരുണ, മുദിത. കഷ്ടപ്പെടുന്നവർ, ദുഃഖിക്കുന്നവരെ കണ്ട് കാരുണ്യം വരാം. ആത്മൗപമ്യേന. ചിലരുണ്ടാവും ഈ വെറുക്കുന്നവർ, അവരുടെ കാര്യത്തിൽ ഉപേക്ഷ. യഃ കരോതി സമധ്യമഃ. ഇതാണ് മധ്യമഭക്തൻ എന്ന് ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞു. മധ്യമഭക്തൻ. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ മറ്റൊരു കാര്യം പറഞ്ഞു, എനിക്ക് പല സാമഗ്രികൾ കൊണ്ടൊന്നും അമ്മയെ എന്നെ പൂജിക്കേണ്ട. ഭക്തി കൊണ്ടാണ് എന്നെ പൂജിക്കേണ്ടത്. ഭൂതഗ്രാമ അപമാനിനഃ, ഭൂതഗ്രാമങ്ങളെ അപമാനിച്ചുകൊണ്ട് പല പല വസ്തുക്കൾ കൊണ്ട് അർച്ചിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും എന്തൊക്കെയോ കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നുണ്ട് അല്ലേ? ആര് പറഞ്ഞു? ഭഗവാൻ എവിടെയെങ്കിലും ചോദിച്ചോ എന്നേക്ക് സ്വർണം കൊണ്ട് മൂടുന്നു? മൂടിയിട്ട് ഇവനെടുത്തോണ്ട് പോയി, അവനെടുത്തോണ്ട് പോയി. ആരോ കൊണ്ടുവന്ന് വെക്കണു, വേറെ ഒരാൾ എടുത്തോണ്ട് പോകുന്നു. അയ്യപ്പൻ എന്ത് പോയി? എടുത്തു കൊണ്ടുവച്ച ആളെ എന്ത് യോഗ്യതയുള്ള ആളാണ്, എടുത്തോണ്ട് പോയ ആൾ എന്തുള്ള യോഗ്യതയുള്ള ഭഗവാൻ അറിയാം ഇല്ലേ? നമ്മളാണ് ഇവിടെ കിടന്നിട്ട് കോലാഹലം നമ്മളുടെ ആളുകൾക്ക്. ഭഗവാൻ എന്ത് സ്വർണം, ഭഗവാൻ എന്ത് വെള്ളി, ഭഗവാൻ എന്ത് രത്നം. നമ്മളാണ്, ഇങ്ങനെയാണ് നമ്മൾ നശിച്ചു പോയത്. അമ്പലങ്ങളിലൊക്കെ കൊണ്ട് സ്വർണവും വെള്ളിയും രത്നവും ഒക്കെ നിറച്ചിട്ട് ഈ ന്യൂസ് ഇങ്ങനെ പടർന്ന് ഹുവാൻ സാങ്ങും അവരും ഇവരും ഒക്കെ വന്നിട്ട് എഴുതി കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് ഉള്ള എന്താ അവരുടെ പേര്, ഈ ഇൻവേഡേഴ്സിന് ഓരോരുത്തർ വന്നുവല്ലോ, ഒരു 10-35 കുതിരയിൽ വന്നു, അത്രയേ ഉള്ളൂ. മുഹമ്മദ് ഗസനി ഇവർക്കൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്തു. അവർ ഒട്ടാനെ പുറപ്പെട്ടു. അവരെവിടെ പോയി കൊള്ളയടിക്കാൻ നിൽക്കുകയാണ്. ഈ 15-ാം നൂറ്റാണ്ടിലുള്ള ഒരു ചരിത്രം എഴുതിയ, ഒരു ഇംഗ്ലീഷ് ചരിത്രം എഴുതി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഡച്ച്, പോർച്ചുഗൽ ഇവിടെയുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ കുട്ടികളൊക്കെ, ഇപ്പം നമുക്ക് അമേരിക്കയിൽ പോകണം കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പഠിക്കുമ്പോൾ തന്നെ എന്താ ഉദ്ദേശം? അങ്ങോട്ട് പോകണമെന്നാണല്ലോ. എല്ലാം ഹനുമാൻ്റെ പിന്നാലെ വന്ന ജാതകങ്ങളാണ്. ഒക്കെ ഇങ്ങനെ ചാടാൻ എവിടെയാ വഴിയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആശ്രമത്തിലെ ഒരു ചെറിയ കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ചാടി കുളിക്കുക. ആ കുട്ടികൾ മുങ്ങൊന്നുമില്ല, ഒരുമാതിരിപ്പെട്ട കുട്ടികളൊന്നും മുങ്ങില്ല, വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ മുങ്ങും. നമ്മുടെ സതീഷിൻ്റെ പേരക്കുട്ടിയുണ്ട്, നല്ല ഉത്സാഹമാണ്, വീരനാണ്. അയാളിങ്ങനെ വന്നത് കണ്ടത് നോക്കി എല്ലാവരും ചാടണം. അവൻ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല, കാറിൽ നിന്ന് ഇറങ്ങിയത് ഓടിയെടുത്ത് ചാടി മുങ്ങിപ്പോയി. പിന്നെ എല്ലാവരും കൂടെ പിടിച്ചു പോകുക. ആലോചിച്ചേ ഇല്ല. കാണാൻ നല്ല രസമാണ്. ഇതുപോലെയാണ് ഓടി പുറപ്പെടുന്നത് എല്ലാം. അപ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ പറഞ്ഞു വന്ന് കേൾക്കല്ലേ?
പോർച്ചുഗൽ ഡച്ച്, കറക്റ്റ്. അവിടുത്തെ കുട്ടികൾ, ചെറുപ്പക്കാർ അവരെക്കുറിച്ച് പറഞ്ഞതാണ്. അവരുടെയൊക്കെ ഐഡിയൽ ആദർശം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അവിടെ എല്ലായിടത്തും സ്വർണവും ഗോപുരവും ഒക്കെ ഉണ്ട്, അവിടെ പോയി കൊള്ളയടിക്കണം. എന്തൊരു നല്ല കുട്ടികളാന്ന് നോക്കൂ ഇല്ലേ. ഒരു ഇംഗ്ലീഷ് പുസ്തകമാണത്. അവരുടെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അത് വായിച്ച ആൾ എന്നോട് പറഞ്ഞതാണ്. നല്ല റീഡറാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ 15-ാം നൂറ്റാണ്ടിലുള്ള അവരുടെ കൾച്ചറാണത്. അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ലക്ഷ്യമാണ് ഒരു കപ്പൽ വെച്ച് ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി ഇറങ്ങണം. ഇവിടെയാണല്ലോ ഇറങ്ങിയത്. അങ്ങനെ വന്ന ഒരാളാണത്. അതെ, വാസ്കോ ഡ ഗാമ ഇവിടെ വന്ന് ഇറങ്ങി കൊച്ചിയിൽ. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ എത്രയോ ജനറേഷനായിട്ട് കണ്ട സ്വപ്നമാണ് ഇവിടെ വന്നിറങ്ങി. ഇവിടെ വന്ന് ഇറങ്ങി കൊള്ളയടിക്കുക. കൊള്ളയടിക്കാനായിട്ട് കടൽ കൊള്ളക്കാരുടെ കൂട്ടായിരുന്നു അധികവും. പൈറേറ്റ്സ് ആയിരുന്നു കൂടുതൽ അന്ന് ഗ്രൂപ്പിൽ പലതും. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അവരുടെ ഉള്ളിൽ ലക്ഷ്യം. ഇപ്പം ഇങ്ങനത്തെ ഇപ്പം ഭഗവാൻ ഇവിടെ പറയണത് എന്തിനാ ഇപ്പം ഇത് നമ്മളിപ്പോൾ പറഞ്ഞു? അതെ, അമ്പലത്തിൽ സ്വർണവും വെള്ളിയും ഇതുമൊക്കെ കൂട്ടിയിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും ആവശ്യമില്ല. ശരിക്കും ബാഹ്യപൂജയെ വേണ്ട. ഭഗവാൻ നാമം ജപം ചെയ്ത് ഉള്ളിൽ സുഖമായിട്ടിരിക്കാം. ശരി, ബാഹ്യപൂജ ചെയ്യണം, ചെറുതായിട്ട് ചെയ്യും. ഒരു പുഷ്പമെടുത്ത് അർച്ചിക്കുമ്പോൾ പോലും ആ ചെടിയോട് ചോദിച്ച് ഒരു 2 പൂവ് ഇത്രയൊക്കെ എടുക്കാൻ പാടുള്ളൂ. ഇതിങ്ങനെ നേർച്ച നേർന്നിട്ട് ലോറിയിൽ വന്ന് ഇറങ്ങുകയാണ് പുഷ്പം. അതൊക്കെ വലിയ ബിസിനസ്സാണ് അവിടെ. അതൊക്കെ ആ പുഷ്പങ്ങളൊക്കെ ലോറിയിൽ വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് പൂർജിക്കുന്നു, അർച്ചിക്കുന്നു. സ്വാമിക്ക് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നെയ്യപ്പമായി എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കണം നമ്മളല്ലേ. അത് അയ്യപ്പൻ്റെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇടാം, വീഴില്ല പറ്റും. അത് ആരാ അങ്ങനെ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല. എന്നിട്ടിപ്പോൾ ഇത് ആരുണ്ടാക്കണു, ഇവനുണ്ടാക്കണു. അതിൽ തിരുപ്പതി ലഡ്ഡുവിൽ പ്രശ്നം നോക്കൂ. ആ ലഡ്ഡുവിൽ എന്തോ പ്രശ്നമായി എന്ന് പറഞ്ഞു. മുഖ്യമായ സ്രോതസ്സിലൊന്നുമില്ല ഭക്തി, ജ്ഞാനം, ശാസ്ത്രം, ഒന്നുമില്ല. ഈ ലഡ്ഡുവും നെയ്യപ്പവും സ്വർണവും വെള്ളിയും. എന്താ ഇപ്പം ഇത്? നമ്മുടെ പത്മനാഭസ്വാമി അതേ ഒരു ദിവസം തുറന്ന് കാണിച്ചു. ഇതാണ് ആളുകൾക്ക്. അവിടെ പത്മനാഭനെ കാണാനല്ല, തിരക്ക്. അതിനുശേഷം ഞാൻ ഉള്ളിൽ പോയിട്ടില്ല. തിരക്കാണ്. ഇത് എവിടെയാ? ഓ ട്രഷറി കഹാ ഹേ എന്നാണ്. അങ്ങനെയാണ് ചോദിച്ചുകൊണ്ട് വരുന്നത്. അവിടുന്ന് വന്നിരിക്കുക അത് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഭഗവത് ഭക്തിയല്ല. നമുക്ക് അമ്പലങ്ങൾ പോയിട്ട് തന്നെ ഭക്തി ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ തിരുവണ്ണാമലയ്ക്ക് പോലെ ആളുകളെ വരുമെന്നൊന്നും പറയണേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ അപ്പാർട്ട്മെൻ്റ്, ഒരു റൂം മതി. അതിനകത്ത് ജപം ചെയ്യാം, ധ്യാനം ചെയ്യാം, നിങ്ങൾക്ക് പൂജ ചെയ്യണോ സിമ്പിളായിട്ട് ചെയ്യാം. ആവശ്യമില്ലാതെ അനാദരവായി പൂവെതുവും കിള്ള വേണ്ടാമേ രമണ മഹർഷി പറഞ്ഞു. ആവശ്യമില്ലാതെ ആ ചെടിക്ക് ഒരു അനാദരവ് കൊടുത്തുകൊണ്ട് ഒരു പുഷ്പം എന്തിനാ പറിച്ചെടുക്കണം? ഇത്തിരി നിങ്ങൾക്ക് ഒരു ആചാരത്തിന് വേണോ, കുറച്ചെടുത്തോളൂ. ആ സുഗന്ധ പുഷ്പം അല്പം, അതോടുകൂടെ കഴിഞ്ഞു. ആവശ്യത്തിലധികം ഒന്നും വേണ്ട. ഇങ്ങനെ സരളമായി സഹജമായി ഒരു ചെലവില്ല, ഒരു ബുദ്ധിമുട്ടില്ലാതെ അധ്യാത്മജീവിതം നയിക്കാൻ കഴിയും. എവിടെയും പോണ്ട, നിങ്ങൾ കൈലാസത്തിലേക്കും പോണ്ട, മുക്തിനാഥിലേക്കും പോണ്ട, എവിടെയും പോണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആനന്ദമായിട്ട് ഇരിക്കാൻ പറ്റും.
കണ്ണു തുറന്ന് ആ മുമ്പിൽ കാണുന്നതൊക്കെ സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച. ഭഗവാൻ പറഞ്ഞു, എല്ലാ കണ്ണ്, കാത്, ചെവി വിശ്വരൂപ ദർശനമാണ്. സത്യം അറിഞ്ഞ ആൾക്ക് കണ്ണടച്ച് ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണു തുറന്നുകൊണ്ട് ഇത് വിശ്വരൂപ ദർശനമാണ് ഭഗവാന്റെ. എല്ലാ വൃക്ഷങ്ങളുടെയും ആകാശം, ഭൂമി, ഖം വായും അഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേഹ ശരീരം യത്കിഞ്ചഭൂതം പ്രണമേത് അനന്യഃ. ഇതൊക്കെ ആത്മസ്വരൂപമാണ്. അനന്യഭാവേന പ്രണമേത്. വൃക്ഷങ്ങളും ആകാശവും ഭൂമിയും ജലവും സമുദ്രവും ഒക്കെ ഹരിയുടെ ശരീരമാണ്. ഈ സത്യം മറക്കാതിരുന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ തന്നെ ഭക്തി വരും, സമ്പർക്കത്തിലൊക്കെ തന്നെ ഭക്തി വരും. ഇങ്ങനെ ആത്മനശ്ച പരസ്യാപി യഃ കരോതി അന്തരോദരം ഉദരമന്തരം കുരുത്തെ. അതാണ് അന്തരോദരം. തസ്യ ഭിന്നദൃശഃ. ആ ഭേദബുദ്ധി തന്നെ മൃത്യുവാണെന്നാണ്. അന്യമായൊരു വസ്തുവിനെ വയ്ക്കുമ്പോൾ അത് മൃത്യുവായിട്ട് തീരുകയാണ്. ഭയം ഉൽബണം, ഭയമുണ്ടാവും, അന്യവസ്തുവിൽ നിന്ന് ഭയം. അതുകൊണ്ട് സർവഭൂതങ്ങളിലുമുള്ള എന്നെ അതാത് വിധത്തിൽ ആരാധിക്കാൻ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ ഉപദേശം ചെയ്തു. പിന്നെ പല വിഷയങ്ങളും ധാരാളം ഉപദേശിച്ചു. ഗർഭഗതനായ ജീവൻ്റെ സ്ഥിതിയൊക്കെ ഉപദേശിച്ചു. ഓരോ സപ്താഹത്തിൽ ഓരോ ഭാഗങ്ങൾ എടുത്ത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ ചതുർത്ഥ സ്കന്ധത്തിൽ ദക്ഷയാഗം കഥ ആണ്. ഇപ്പോൾ പ്രദോഷകാലമാണ്. ദക്ഷയാഗം കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല, എങ്കിലും അതൊന്ന് സ്പർശിക്കുകയാണ്. വിദുരൻ ചോദിക്കുകയാണ്, ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സലഃ വിദ്വേഷമകരോത് കസ്മാദനാദൃത്യ ആത്മജാം സതീം കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. ഭാഗവതത്തിൽ പരമേശ്വരനെ പറയുന്നത് ഇങ്ങനെയാണ്: ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം. ആത്മാരാമം, ആത്മാരാമനാണ്. നിർവൈര ശാന്തവിഗ്രഹ. ചരാചര ഗുരു, ജഗത്തിന് മുഴുവൻ ഗുരുവായിട്ടുള്ള പരമേശ്വരനോട് ദ്വേഷം എങ്ങനെ വന്നു ദക്ഷന്. അങ്ങനെ ആ ദക്ഷയാഗം കഥയൊക്കെ പറഞ്ഞു. ദക്ഷൻ ശിവദ്വേഷമുള്ള സ്ഥലത്ത് ദേവി ഭവാനി അവിടെ ചെന്നിട്ട് പറയുന്നു, യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത് പ്രസംഗാദഘമാശു ഹന്തി തത് പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതരഃ. വേദത്തിൽ 4 വേദത്തിലും യജുർവേദം വളരെ പ്രാധാന്യം അർഹിക്കുന്നു യാഗയജ്ഞങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് കൊണ്ട്. യജുർവേദത്തിൽ ശ്രീരുദ്രം ഏറ്റവും പ്രധാനമാണ്. മറ്റു വേദങ്ങളിലും രുദ്രമുണ്ട്, പക്ഷേ യജുർവേദത്തിലുള്ള ശ്രീരുദ്രമാണ് ഉപയോഗിക്കുക. അതിലും നമസ്സോമായ ച എന്നുള്ള അനുഭാഗം. എന്താ അതിന് വിശേഷമെന്ന് വെച്ചാൽ ആ അനുഭാഗത്തിലാണ് യാഗത്തിലും അതെ മുഖ്യമായ കർമ്മങ്ങളൊക്കെ ചെയ്യുക, ആഹുതികൾ അർപ്പിക്കുക. പൂജ ചെയ്യുമ്പോഴും അതെ ആ അനുഭാഗത്തിലാണ് നമഃശിവായ എന്ന പഞ്ചാക്ഷരം വരുന്നത്. വേദം നാങ്കിനും മെയ്പ്പൊരുളാവത് നാഥൻ നാമം നമഃശിവായവേ എന്ന് ജ്ഞാനസംബന്ധർ പാടി. 4 വേദങ്ങൾക്കും മെയ്പ്പൊരുൾ എന്ന് വെച്ചാൽ അതിനകത്ത് ഉള്ള ഊടുംപാവുമായി നിറഞ്ഞു നിൽക്കുന്ന പ്രാണവായു എന്നർത്ഥം. അങ്ങനെ അതിനകത്ത് 4 വേദങ്ങൾക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രാണവായു പോലെയാണ് നാഥൻ നാമം നമഃശിവായവേ. അതിലും ശിവ ഇതി അക്ഷരദ്വയം എന്ന് പറഞ്ഞു. അതാണ് യദ്വ്യക്ഷരം നാമഗിരേരിതം നൃണാം
രണ്ടക്ഷരം വാക്കിലൊന്ന് ഉച്ചരിച്ചാൽ സകൃത് പ്രസംഗാത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മതി എന്നാണ്. നാരായണീയത്തിൽ ഭട്ടതിരി രാമാവതാരം പറയുമ്പോൾ സീതയെ കാട്ടിൽ കൊണ്ടാക്കിയ രാമനെ പറഞ്ഞിട്ട് പറഞ്ഞു ശിവശിവ ശിവതാം ഗർഭിണീം അഭ്യഹാസീഹി എന്ന് ആദ്യം എഴുതിയത്രേ. അപ്പോൾ ഗുരുവായൂരപ്പൻ ചോദിച്ചു അത്രേ ഭട്ടതിരി 2 പോരെ, 3 പ്രാവശ്യം വേണമെന്നാണ്. അപ്പോഴാണ് ശിവശിവ കിലതാം ഗർഭിണീം അഭ്യഹാസീഹി, ശിവശിവ അങ്ങനെ കൊണ്ട് കളഞ്ഞ പോലെ എന്നാണ്. വാസ്തവത്തിലൊന്നും ചെയ്തതല്ല ഇവ. അപ്പോൾ അയ്യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത് പ്രസംഗാദഘമാശൂഹന്തി. ആ ശിവനാമം പഞ്ചാക്ഷരം വേദത്തിന് ഹൃദയസ്ഥാനത്തിൽ നിൽക്കുന്നു. ഭാഗവതത്തിൽ ഈ ദക്ഷയാഗ സന്ദർഭത്തിൽ സതീദേവി തന്നെ ഈ ശിവനാമത്തിൻ്റെ മഹിമയെ എടുത്തു പറയുകയാണ് ദക്ഷന്. ആരാണോ അശിവനായിട്ടുള്ളവൻ എന്നുവെച്ചാൽ ശവത്തിനെ മോഹിച്ചു കൊണ്ടിരിക്കുന്നവൻ, കുണപം എന്ന് പറഞ്ഞു, ജഡം, മാംസപിണ്ഡം, ഈ ശരീരം മാംസപിണ്ഡം, ഇതിനകത്തുള്ളതോ വിഷയപ്രേമമാണ്. വിനായകനെ ഗണപതിയെ സ്തുതിച്ചു പരമേശ്വരൻ. അപ്പോൾ പറഞ്ഞു ശിവപ്രേമ പിണ്ഡം ഭജേ വക്രതുണ്ടം. ആ ഇത്രയും വലിയ ശരീരം ഉണ്ടല്ലോ, അതിനകത്ത് എന്തുണ്ടെന്ന് വെച്ചാൽ ശിവപ്രേമ പിണ്ഡം. നമ്മൾ കുട്ടിക്കാല ചിദംബരത്തിൽ വെച്ചൊരു സ്തവ എഴുതി, ചിദംബരത്തിൽ അതിൽ എഴുതി ശിവപ്രേമ ഭുക്ത്യാ പുരുസ്ഥൂലകായം. ഗണപതിക്ക് ശരീരം പെരുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശിവപ്രേമ ഭുക്ത്യ, ശിവപ്രേമം ഭുജിച്ചു 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 പുരുസ്ഥൂലകായം. അപ്പോൾ ആ ശിവപ്രേമം അതിന് മൂലമായിട്ടുള്ള ബീജമാണ് ഈ പഞ്ചാക്ഷരം ശിവനാമം. ഈ പ്രദോഷകാലത്തിൽ അതിനാണ് പ്രാധാന്യം. പ്രദോഷ സമയത്തിൽ പരമേശ്വരനെ സ്മരിക്കാനുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് ഈ ദക്ഷയാഗം. കറക്റ്റായിട്ട് പ്രദോഷ സന്ദർഭത്തിൽ വന്നിരിക്കുകയാണ് നമുക്ക്. അങ്ങനെ ദേവി തന്നെ പറഞ്ഞു ശിവം ശിവേതരഃ, ശിവം ദ്വേഷ്ടി ശിവേതരഃ. എത്തത് ശിവാക്യം പരമാർത്ഥതത്വം ദേവസ്വയം ജ്യോതിരവസ്ഥിതിസ്ഥേ. ശിവാക്യം പരമാർത്ഥതത്വം. ശിവം എന്ന് വെച്ചാൽ എന്താ? പരമാർത്ഥതത്വം, ആത്മാവാണ്. ഭാഗവതം തന്നെ പറയണത് ശിവദം താപത്രയോന്മൂലനം, പരമശിവത്തിനെ തരുന്നത്, മംഗളത്തിനെ തരുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ നാരായണനും ശിവ ശർവ ഒക്കെ പേരാണല്ലോ അല്ലേ? അപ്പോൾ ശിവശബ്ദത്തിന് പരമമംഗളമായിട്ടുള്ളത്, ഓസ്പീഷ്യസ്. അപ്പോൾ ആ പ്രദോഷകാലത്തിൽ ആ ശിവധ്യാനം ചെയ്യാനാണ് ഇതൊക്കെ ഇപ്പോൾ പറയണത്. ഈ ശിവപഞ്ചാക്ഷര ജപം ഒരു ആലംബം, ഒരാശ്രയമാണ്. വേദപ്രോക്തമായ മന്ത്രങ്ങൾ, നമുക്ക് ധാരാളം നാമങ്ങൾ ജപത്തിനുണ്ട്, മന്ത്രങ്ങളുണ്ട്. വേദപ്രോക്തമായ മന്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഗായത്രിയും പഞ്ചാക്ഷരമുമാണ് ഉള്ളത്. ഗായത്രി വേദപ്രോക്തമാണ്, പഞ്ചാക്ഷരമും വേദപ്രോക്തമാണ്. വേദത്തിൽ പ്രകാശിക്കുന്ന ഈ 2 മന്ത്രങ്ങളാണ് നമ്മളുടെ വ്യവഹാരത്തിലുള്ളത്. അപ്പോൾ ഈ പഞ്ചാക്ഷര സുവർണമാലാസ്തവം എന്ന് പറഞ്ഞ് ശങ്കരാചാര്യസ്വാമികൾ ഒന്ന് എഴുതിയിട്ടുണ്ട്. 108 നമഃശിവായ വരും അതിൽ. വ്യോമകേശ ദിവ്യഭവ്യ രൂപതേ നമഃശിവായ, ഇങ്ങനെ തുടങ്ങി നമഃശിവായ നമഃശിവായ എന്ന് 108 പ്രാവശ്യം വരും. അപ്പോൾ ഈ പഞ്ചാക്ഷരത്തിനെ തന്നെ പരമേശ്വരൻ്റെ സ്വരൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം ചെയ്യുമ്പോൾ തന്നെ പഞ്ചാക്ഷരത്തിനാണ് നമസ്കാരം. നമഃശിവായ വാഴ്ക, നാഥൻ താഴ്വാഴ്ക, ഇമൈപ്പൊഴുതും എന്നഞ്ചൽ നീങ്കാതാൻ താഴ്വാഴ്ക. ഈ ശിവപഞ്ചാക്ഷരി സ്മരണം, ഭഗവൻ നാമം, മന്ത്രം ഒരു
ദോഷത്തിന് നിവർത്തിപ്പിക്കാനായിട്ടുള്ള ആയുധം പോലെയാണെന്നാണ്. ബുദ്ധിസ്ഥിരാ ഭവിതും ഈശ്വര പാദപത്മസക്ത വധൂഹു വിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവന സ്മരണ ദർശന കീർത്തനാദി സമ്മോഹിതേവ ശിവമന്ത്ര ജപേന വിന്ദേ. ആ ശിവമന്ത്ര ജപം കൊണ്ട് ബുദ്ധി സ്ഥിരമായി ഈശ്വരപാദപത്മത്തിൽ ആസക്തമായി വിരഹിണിയായ വധു വരനെ സ്മരിക്കുന്ന പോലെ ഭഗവത് സ്മരണ ചെയ്ത് ചിത്തം നിർമ്മലമായി പ്രശാന്തമായി സമാഹിതമായി തീരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ശിവനാമത്തിൻ്റെ വൈഭവത്തിനെ മഹിമയെ ഇവിടെ സതീദേവി പരമേശ്വരൻ്റെ മഹിമയെ പറഞ്ഞിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. അഗ്നികുണ്ഡത്തിൽ ശരീരം അർപ്പിച്ചു. എന്നിട്ട് ചിദഗ്നികുണ്ഡത്തിൽ നിന്നും വീണ്ടും ആവിർഭവിച്ചു. അതാണ് ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമഃ. അഗ്നികുണ്ഡത്തിൽ ശരീരം യോഗ അഗ്നി കൊണ്ട് തന്നെ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു എന്ന്. വ്യുത്സൃക്ഷയേ തത്കുണപം ത്വദംഗജം. എന്നിട്ട് വീണ്ടും പാർവതിയായിട്ട് ഹിമാലയപുത്രിയായ അദ്രിജാവായിട്ട് വന്നു. അഗുംസത് ശുചിഷത് വസുരന്തരിക്ഷസദ്ഹോതാവേദിഷത് അതിഥിർദുരോണ സദ്നൃഷദ്വരസദൃതജ അദ്രിജ ഗിരിജ അദ്രിജ ഋതം ബൃഹത്. വേദം തന്നെ പറയുന്നു അദ്രിജ. ഉപനിഷത് പ്രോക്തമായ ഒരു അവതാരം. കേനോപനിഷത്തിൽ അഗ്നിയായി ആവിർഭവിച്ച് പിന്നെ ഹൈമവതി സർവജ്ഞേന ഈശ്വരേണ സഹ സദാ വർത്തത്തെ. ഭാഷ്യകാരൻ അങ്ങനെ പാർവതിയായിട്ട് ആവിർഭവിച്ച് ആ പാർവതിയെ സ്വീകരിക്കാനായി പരമേശ്വരൻ അഗ്നി മുമ്പിൽ ആധാനം ചെയ്ത് തപസ് ചെയ്തതൊന്ന് വർണ്ണിക്കുന്നു കാളിദാസൻ. തത്രാഗ്നിമാധായ സമിത്സമിദ്ധേ സ്വമേവ മൂർത്യന്തരമഷ്ടമൂർത്തി സ്വയം വിധാത തപസഃ ഫലാനാം കേനാപി കാമേന തപശ്ചാര. എല്ലാ തപസ്സിൻ്റെയും ഫലം കൊടുക്കേണ്ടതായ ഈശ്വരൻ എന്തോ കാമനയോടുകൂടെ തപസ് ചെയ്തു അത്രേ, അഗ്നി ആധാനം ചെയ്തു. അവിടെയാണ് അപർണാവായിട്ടും ദേവി തപസ് ചെയ്യുന്നതും ഈശ്വരൻ്റെ ശരീരത്തിൽ ഐക്യമാവുന്നതും ചെയ്യുന്നത്. ഇതാണ് ദക്ഷയാഗത്തിൻ്റെ പൂർത്തി. ഇതിന് ശേഷം ധ്രുവചരിത്രമാണ്. അത് നാളെ രാവിലെ പറയാം. ഇപ്പോൾ കുറച്ച് അധ്യായങ്ങൾ പാരായണം ചെയ്ത ശേഷം നമ്മൾ നിർത്താം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീകാന്തസ്മരണം ഹര നമഃ പാർവതീപതയേ.